ഫസ്റ്റ് തിങ് ഇസ് ടു സ്റ്റാർട്ട്. ജീവിതത്തിലെ വലിയൊരു ലെസൺ ഞാൻ മനസ്സിലാക്കിയാണ്, പെർഫെക്ഷൻ കിൽസ് പ്രോഫിറ്റബിലിറ്റി. യൂട്യൂബിനും ഇൻസ്റ്റഗ്രാമിനും നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന മെഷീനാണ്, അവർക്ക് വേണ്ടത് കണ്ടന്റാണ്. ഇന്ത്യയിൽ ഭയങ്കര ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ടിക്ടോക്ക് ബാൻ ചെയ്തത്. ടിക്ടോക്ക് എന്ന് വെച്ചാൽ വേൾഡ് വൈഡിൽ എല്ലാവർക്കും ഇത്രയും വൈറലാവാൻ ചാൻസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ല. പറയുമ്പോൾ ഐ എം പ്രിറ്റി പ്രൗഡ്. കാര്യം അങ്ങനെ ഗ്രാഫിക് കാർഡ്സ് സെറ്റ് ചെയ്തിട്ട് എൻ്റെ കമ്പനി നമ്മൾ NVIDIA ഒഫീഷ്യൽ പാർട്ട്നേഴ്സാണ്. നിങ്ങൾക്കൊരു ChatGPT പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് ചുമ്മാ തുറന്ന് കാണിച്ചു കൊടുത്താൽ മതി, അത് പറയും അത് പോയി എടുത്തോ, ഇത് പോയി എടുത്തോ, ഇതിങ്ങനെ ഉണ്ടാക്കാമെന്ന്. പക്ഷേ റോബോട്ട്സിന്റെ ഫസ്റ്റ് ലോ അവർ പറയുന്നത് റോബോട്ട് വിൽ നെവർ ഹേർട്ട് ഹ്യൂമൻ എന്നാണ്. ഈ സർജറിയുടെ പാറ്റേൺസ് മനസ്സിലാക്കി റോബോട്ട്സിന് ഈ സർജറി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് എത്ര പേര് വിശ്വസിച്ച് അവിടെ കിടക്കും. നമ്മൾ ടൈംസിനനുസരിച്ച് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നടക്കാൻ പോണില്ല. സാധാരണക്കാരുടെ ജോലി പോകുമോ എന്ന് പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ പറഞ്ഞ പോലെ എന്തൊക്കെ ജോബ് റിപ്പറ്റേറ്റീവ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു ആ ജോബ്സ് ആണ് ഏറ്റവും കൂടുതൽ റിസ്ക്. എല്ലാ ഡിവൈസസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവറിത്തിങ് സ്മാർട്ട്. ടെസ്ലയുടെ തന്നെ ന്യൂറൽ ലിങ്ക് ഉണ്ട്, നമുക്ക് ബ്രെയിൻ വെച്ച് കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാം. ഏക്ക് ഒരു പ്രശ്നമുള്ളത് ഏക്ക് ഹലൂസിനേഷൻ ഒരു പ്രോബ്ലം ഉണ്ട്. ഗൂഗിളെ ഒരു കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു നീക്ക് ഭൂമിക്ക് ഒരു ഭാരം ഇടാന്ന്, എനിക്ക് കമ്പനീസ് എത്രയൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പ്രൈവസി ഫോക്കസ്ഡ് ആണെന്ന് പറഞ്ഞാലും ദേ ആർ സെല്ലിങ് യുവർ ഡേറ്റ. ഫേസ്ബുക്ക് തന്നെ സമ്മതിച്ചു 650 മില്യൺ പ്രൊഫൈൽസ് അവർ ഫേക്ക് പ്രൊഫൈൽസിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു ടെറർ അറ്റാക്ക് നടന്നു എന്നും പറഞ്ഞ് റിയലിസ്റ്റിക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ തന്നെ സോഷ്യൽ മീഡിയ ഫീഡ് ഭയങ്കര ടോക്സിക് നെഗറ്റീവ് കണ്ടിട്ടുണ്ട്. ഭായ് കാര്യം എന്താ, ഇതെല്ലാം ക്ലിക്സ് ആണ്, ഇതെല്ലാം ട്രാക്ഷനാണ്, ഏതെങ്കിലും അജണ്ട ഇത് പുഷ് ചെയ്യാണ്. ഒത്തിരി പേര് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ റെഗുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്ന ഡാമേജിനേക്കാളും 100x മോറാണ് കെയർഫുള്ളി പ്ലാൻഡ് പോസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന ഡാമേജ് ടു സൊസൈറ്റി. പണ്ട് ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ എന്നുള്ളത് നമ്മൾ പറയുമെങ്കിലും ഇപ്പം എല്ലാവർക്കും ഇൻഫ്ലുവൻസർ ആണ്. എൻ്റെ ഐഡിയാസ് ആണോ ഞാൻ, അതോ എൻ്റെ കോൺഷ്യസ്നെസ് ആണോ ഞാൻ? കാര്യം എൻ്റെ ഐഡിയാസും വേ ഓഫ് ടോക്കിംഗ് ആണ് ഞാനെങ്കിൽ അതിനെ ഇപ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. മെഷീൻസിന് ഏറ്റവും ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസിയാണ് ക്രിപ്റ്റോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കമ്മിങ് ഇയർ ക്രിപ്റ്റോയ്ക്ക് ഒരു വലിയ പമ്പ് വരുന്നത്. ഞാൻ $1,000 കിട്ടാൽ ഒരു മിനിറ്റിൽ 400% റിട്ടേൺ ഒക്കെയാണ് വരുന്നത്. ടെർമിനേറ്റർ വരുമെന്ന് വെച്ചാൽ ടെർമിനേറ്റർ വരും, എപ്പോൾ വരും നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഗെയിമിംഗ്, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി, ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ സംസാരിക്കാനായിട്ട് സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സിസ്റ്റം ഇൻ്റഗ്രേറ്റേഴ്സ്, അതിൽ റിസർച്ച് വരും, അതുപോലെ തന്നെ AI, ഗെയിമിംഗ് അങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വലിയ സിസ്റ്റംസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ജിറിക്സിൻ്റെ ഡയറക്ടറായ ഷാരൻ സുബൈറാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. ഈ പോഡ്കാസ്റ്റ് മുഴുവനായിട്ട് കാണുന്നതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ, നിങ്ങൾക്ക് സമയമില്ല എന്നറിയാം, അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഇടുന്നുണ്ട്, അതും കാണുക. അപ്പോൾ വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. താങ്ക് യു ഫോർ ഹാവിങ് മീ. ഗെയിമിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരി ഗെയിമിംഗ് എന്ന് പറയുന്ന സംഭവം ഒത്തിരി പ്രചാരത്തിൽ വന്നിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് ഒത്തിരി എത്തുന്നുണ്ട്. ഇതിൻ്റെ സീരിയസ്നെസ് പലർക്കും അറിയില്ല. ഞാൻ എൻ്റെ ഒരു 10 വർഷം ബാക്കിലുള്ള സമയത്തൊക്കെ GTA ഒക്കെ കളിക്കുമ്പോഴും അല്ലെങ്കിൽ പല ഗെയിംസ് കളിക്കുമ്പോഴും ഇവന് വേറൊരു പണിയില്ലേ, ഇത് 24 മണിക്കൂർ ഇതാണല്ലോ എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ ഗെയിമിങ്ങിലൂടെ മാത്രം അവരുടെ കരിയർ തന്നെ അതിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫിനാൻഷ്യലി ആണെങ്കിലും അവർ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലാമറസ് സൈഡ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് അത് കൂടുതലും മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. സോ ബേസിക്കലി എനിക്കൊന്നു ഗെയിമിങ് കഴിഞ്ഞൊരു 5 ഇയേഴ്സിൽ ലെഷർ എന്നൊരു സാധനത്തിൽ നിന്നും ജസ്റ്റ് മാറിയിട്ട് ഒരു പ്രൊഫഷനിലേക്കും അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെന്നും രീതിയിൽ ആൾക്കാരിലേക്ക് കുറേ പേര് മനസ്സിലാക്കി തുടങ്ങി. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം എങ്ങനെ ആയിരുന്നപ്പം വീട്ടുകാർ ഫുള്ളി ഗെയിം കളിക്കുന്നത് ടൈം സ്പെൻഡ് ചെയ്യാനാണ്. ഗെയിം കളിക്കുമ്പോൾ പറയും നിനക്ക് പോയിരുന്ന് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതിപ്പോഴും കുറേ പേർക്ക് ഉണ്ടെന്ന് ഗെയിം കളിക്കുന്നത് ലൈക്ക് വേസ്റ്റ് ഓഫ് ടൈം ആകുന്നൊരു കോൺസെപ്റ്റ് ഒത്തിരി മാറി വരുന്ന സമയത്താണ്. ഇപ്പോൾ നമ്മളെ 90s കിഡ്സ് മിക്കവാറും പേരൻസ് ആകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം. കുറേ മീംസൊക്കെ ഉണ്ട്, മോൻ ആദ്യമായിട്ട് കോൾ ഓഫ് ഡ്യൂട്ടി ജയിച്ച് വരുമ്പോൾ അച്ഛൻ ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറയുന്നൊരു അവസ്ഥ വരും. സോ അങ്ങനെ ഒരു ഡ്രിഫ്റ്റ് വരുന്നുണ്ട്. ആസ് വി ഗെറ്റ് ഓൾഡർ എനിക്ക് തോന്നുന്നു നമ്മുടെ പിള്ളേരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മൾ ചെറുതായിരുന്നപ്പോൾ ഗെയിമിംഗ് ഭയങ്കര ഒരു ലെഷർ ആക്ടിവിറ്റി അല്ലേ, കളിക്കുകയാണ് എന്നൊരു സ്റ്റിഗ്മയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ജനറേഷൻ പേരൻസും മനസ്സിലാക്കി വരുന്നു ലൈക്ക് ഗെയിമിംഗ് ജസ്റ്റ് കളി മാത്രമല്ല, ഇതിലൊരു കരിയർ പ്രോസ്പെക്റ്റ് ഉണ്ട്. ആൾക്കാർക്ക് വലിയ കരിയേഴ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട് ഗെയിമിനകത്തുനിന്ന്. എന്തിന് നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇപ്പം ഈഗിൾ ഗെയിമിംഗ് ആയിക്കോട്ടെ, കുറച്ച് കോൺട്രവേഴ്ഷ്യലായ തൊപ്പി ആയിക്കോട്ടെ, എല്ലാവരും ലൈക്ക് ഗെയിം കളിച്ച് കരിയേഴ്സ് ബിൽഡ് ചെയ്ത ആൾക്കാരാണ്. ആൻഡ് ഇപ്പോൾ എല്ലാവരും അറിയുന്നുണ്ട്. ഇപ്പം വലിയ ഇനാഗ്രേഷൻസ് ഒക്കെ പോകുമ്പോഴത്തേക്ക് അവരെ കാണാൻ സെലിബ്രിറ്റി ലെവൽസിലുള്ള ആൾക്കാരാണ് വരുന്നത്. സോ അത്രയും ഒരു ഹൈപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹൈപ്പിനെ പോലെ തന്നെ റവന്യൂ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസുമാണ് ഗെയിമിംഗ്. ബട്ട് എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരു ഗെയിമർ എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് അവൻ ടൈം പാസ് എന്ന് കളിക്കാൻ മാത്രമല്ല. ഗെയിമിങ്ങിന് ഐ തിങ്ക് നമുക്ക് 2 സൈഡായിട്ട് ഗെയിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇ സ്പോർട്സ് ഗെയിമേഴ്സ് ഉണ്ട്,
ഇ സ്പോർട്സ് എന്ന് പറയുമ്പോൾ കോമ്പറ്റേറ്റീവ് ആയിട്ട് ഗെയിമിംഗ് ടൂർണമെൻറ്റ്സ്, ഇ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സ്പോർട്സ്, മറ്റേ ഗ്രാൻഡ് ടറിസ്മോ ഒക്കെ അതിൽ ഗ്രാൻഡ് ടൂറിസ്മോ വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ വാലറന്റും റെയിൻബോ സിക്സ് സീജുമാണ് ഐ തിങ്ക് നല്ല പോപ്പുലർ ഉള്ളത്. പിന്നെ ലീഗ് ഓഫ് ലെജൻഡ്സ് വരുന്നുണ്ട്, ഫോർട്ട്നൈറ്റ് വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഗെയിംസിനകത്ത് പക്ക ഒരു സ്പോർട്ട് പോലെ കോമ്പറ്റേറ്റീവ് ആയിട്ടിരുന്ന് ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് കളിക്കേണ്ട ഒരു സീനാണ് ഈ സ്പോർട്സ്. അത് ഒത്തിരി ടൈം എടുത്ത് പ്രാക്ടീസിലൂടെ നമ്മളൊരു സ്പോർട്സ് കളിക്കുന്ന പോലെ പിച്ചിൽ പോയി അല്ലെങ്കിൽ ടർഫിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്ന പോലെ പ്രാക്ടീസ് ചെയ്ത് കളിക്കേണ്ടതാണ് ഈ സ്പോർട്സ്. പേഴ്സണലി പഠിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ സ്പോർട്സ്. കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടാം. പക്ഷേ ഈ സ്പോർട്സ് ആകുമ്പോഴത്തേക്ക് ഏറ്റവും ടോപ്പ് ആൾക്കെ ആ മെയിൻ പ്രൈസും ഗ്ലോറിയൊക്കെ ഉള്ളൂ. ഒരു വലിയൊരു $1 billion ടൂർണമെൻ്റ് ഒക്കെ സമയത്ത് ഏറ്റവും ടോപ്പ് ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ. ബാക്കി എല്ലാവരും വന്ന് കളിക്കുന്നുണ്ടെങ്കിലും മെയിൻ അപ്രിസിയേഷൻ എല്ലാം അവിടെയാണ് പോകുന്നത്. അത്രയും ഒരു ടൈറ്റ് കമ്പാരിറ്റീവ് സ്പേസ് ആണ് ഈ സ്പോർട്സ്. അപ്പം അതിനെ പണ്ടത്തെ പേരൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഈ സ്പോർട്സിന് ചെറുതായിട്ട് കാണരുത്. ഈ സ്പോർട്സ് ഒത്തിരി ടൈമും ഡെഡിക്കേഷനും വേണ്ട ഒരു സാധനമാണ്. അത് ഒരു ഇ സ്പോർട്സ് സൈഡ്. മറ്റേ സൈഡാണ് ഐ തിങ്ക് ഗെയിമേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറുമ്പോൾ അവർ ഗെയിം കളിക്കാൻ നല്ലതാണ്. പക്ഷേ ഗെയിം കളിക്കുന്നതിന് കൂടെ തന്നെ അവർക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അവർക്ക് രണ്ട് തമാശയൊക്കെ പറയാൻ അറിയാം, അവർക്ക് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ അറിയാം. അപ്പോൾ അതൊരു TV ഷോ പോലെ അവർ സ്ട്രീം ചെയ്യും. ഇപ്പം നമുക്ക് നാട്ടിലറിയാവുന്ന മിക്ക കണ്ടന്റ് ക്രിയേറ്റേഴ്സും അവർ ഗെയിം കളിക്കാൻ നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് ഒരു ക്രൗഡിനെ എൻ്റർടൈൻ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ക്രൗഡിന് എന്ത് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നറിയാം, ക്രൗഡിനെ ചില സമയത്ത് ട്രിഗർ ചെയ്യാൻ അറിയാം. സോ ഒരു TV ഷോ പോലെ ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. അത് ഈ മൾട്ടിപ്ലെയർ ഗെയിംസിലല്ലേ കൂടുതലും അങ്ങനെ മെയിൻലി നമുക്ക് GTA ഓൺലൈനാണ് ഇവിടുത്തെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിറ്റി ഉള്ള GTA ഓൺലൈനാണ്. അതായിരുന്നു നമ്മളെ നാട്ടിൽ ഗെയിമിംഗ് നിൽക്കുമ്പോൾ ആൾക്കാർ എപ്പോഴും GTയും PUBGയും മാത്രമേ ഓർക്കാറുള്ളൂ. പക്ഷേ എന്നാലും വളരെ എവിഡൻറ്റ് ഫാക്റ്റാണ് നമ്മുടെ നാട്ടിൽ മൈൻക്രാഫ്റ്റും സീജും കോൾ ഓഫ് ഡ്യൂട്ടിയും ഒക്കെ കളിക്കുന്ന ഒരു വലിയൊരു ഡിവേഴ്സ് ഗെയിമിംഗ് കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. സോ നമുക്ക് ഈ ഗെയിം കളിക്കുമ്പോൾ ആൾക്കാർ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംസാരിച്ച് ഗെയിം കളിക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ഓഡിയൻസ് ഉണ്ടാക്കാം. അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടാക്കിയാണ് ഒത്തിരി പേര് ഭയങ്കര ഫേമസ് ആയത്. പക്ഷേ അങ്ങനെ ഒരു ഓഡിയൻസിന് ഉണ്ടാക്കുമ്പോൾ അഗൈൻ അവർക്കും ഒരു ഹെവി പ്രഷറാണ്. കാര്യം ഡെയിലി കണ്ടന്റ് ഉണ്ടാക്കണം, ഡെയിലി ആൾക്കാർ ഒരു TV ഷോ പോലെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കണം. ഐ തിങ്ക് യു ഹാവ് നോ ഡേയ്സ് ഓഫ്. ഒരു ലെവൽ എത്തുന്നവരെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. സോ കൺസിസ്റ്റൻസി ഉണ്ടാവണം, ഭയങ്കര കൺസിസ്റ്റൻസി വേണം. സോ അവിടെ ഒത്തിരി സ്ട്രെസ് വരുവാണ്. ലെഷറായിട്ട് കളിക്കുന്നതും ഒരു കരിയറായിട്ട് കളിക്കുന്നത് രണ്ട് ഫുൾ ഡിഫറെൻറ്റ്. ലെഷറായിട്ട് കളിക്കുമ്പോൾ നമ്മൾ എപ്പം ഓക്കെ എനിക്ക് മതിയെന്ന് പറഞ്ഞ് പോകുന്നു. പക്ഷേ ഇതൊരു കരിയർ ആകുമ്പോഴത്തേക്ക് യു ഹാവ് ടു കീപ് ഗ്രൈൻഡിങ്. നല്ല പണിയെടുത്താലേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ വേറൊരു ഓപ്പോസിറ്റ് സൈഡാണ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ ഒരു ദുരുപയോഗത്തിലോട്ട് മാറുന്നൊരു അവസ്ഥയിലോട്ട് ഇത് സ്റ്റേജിലോട്ട് പോകുന്നൊരു സാധനം. ഇത് ശരിക്കും ഒരു കരിയറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അങ്ങനെ എന്തെങ്കിലും അല്ല യൂണിവേഴ്സിറ്റി അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇത് എപ്പോഴാണ് ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാറ്റിക് ആവുന്നതെന്ന് വെച്ചാൽ അവരൊരു എൻ്റർടൈനറായിട്ട് അല്ലെങ്കിൽ അവർ കളിക്കാൻ നല്ല സ്കിൽഡായിട്ട് പോവും. ഐ തിങ്ക് ഭയങ്കരമായിട്ട് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തത് കൈൻഡ് ഓഫ് സ്കൂൾ പോലെ തന്നെ. നല്ലപോലെ പഠിക്കുന്ന പിള്ളേർ ഫസ്റ്റ് റാങ്ക് തോന്നില്ലേ. ചിലവർ നല്ലപോലെ ഗെയിം കളിച്ച് അവർക്ക് ഓക്കെ അവർ ഗെയിമർ ആവണമെന്ന് പറഞ്ഞ് ഇരുന്ന് കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകും. ചിലവർ സ്ട്രീമേഴ്സ് ആവും, ചിലവർ നല്ല ഇ സ്പോർട്സ് പ്ലേയേഴ്സ് ആവും. പിന്നെ ചിലവരാണ് അവർ ജസ്റ്റ് ഗെയിം കളിക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ അതിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഒന്നും നോക്കുന്നില്ല. അവരിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, അതവരുടെ ലൈഫിൻ്റെ പാർട്ടാവുന്നു, ദേ എൻജോയ് ഇറ്റ്, അങ്ങനെ പോകും. പ്ലസ് അവരവരുടെ റിയൽ ഡേ റെസ്പോൺസിബിലിറ്റീസ് മാറ്റി വെച്ച് ഗെയിം കളിക്കുമ്പോഴാണ് തന്നെ ബിക്കംസ് പ്രോബ്ലം. നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആകുമ്പോൾ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. പ്രൊഡക്റ്റീവ് ആവുന്നില്ല, എന്നാൽ ജസ്റ്റ് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു, കളിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതിനകത്ത് വീണ്ടും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും കളിക്കുന്നു. അപ്പോഴാണ് ദാറ്റ് ഇസ് വെൻ എ പ്രോബ്ലം റൈസസ്. ഒന്നീ ഗോ ഫുൾ ഓൺ നിങ്ങൾക്കൊരു സ്ട്രീമർ ആവണം, കരിയർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പോവുക, അല്ലെങ്കിൽ നല്ലപോലെ ഗെയിം കളിക്കുക. അല്ലെങ്കിൽ ഞാൻ ലെഷറിന് വേണ്ടി കളിക്കുന്നത് ലെഷറിന് കളിച്ചിട്ട് ബാക്കി നിങ്ങളുടെ ജോലി ചെയ്യുക. അല്ലാതെ ചുമ്മാ ഇരുന്ന് കളിച്ച് നമ്മുടെ റിയൽ റെസ്പോൺസിബിലിറ്റീസ് മാറ്റി വെച്ച് കളിക്കുമ്പോൾ ദാറ്റ് ഇസ് വെൻ ദെയർസ് എ പ്രോബ്ലം. എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ഗെയിമിംഗ് ഏരിയയിൽ കണ്ടന്റ് ക്രിയേറ്റർ ആവണം, അതിൽ നിന്ന് ശരിക്കും റവന്യൂ ഉണ്ടാക്കണം, ഇതൊരു സീരിയസ് കരിയർ ഓപ്ഷനായിട്ട് എടുക്കണമെങ്കിൽ വാട്ട് ആർ ദ സ്റ്റെപ്സ്? ഏതൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്താൽ എനിക്കൊരു സീരിയസ് കണ്ടന്റ് ക്രിയേറ്റർ ആവാം ഈ ഗെയിമിംഗ് ഏരിയയിൽ? ഫസ്റ്റ് തിങ് ഇസ് ടു സ്റ്റാർട്ട്. പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കരുത്, ജസ്റ്റ് സ്റ്റാർട്ട്. ജീവിതത്തിലെ വലിയൊരു ലെസൺ ഞാൻ മനസ്സിലാക്കിയാണ്, പെർഫെക്ഷൻ കിൽസ് പ്രോഫിറ്റബിലിറ്റി. നമ്മളെപ്പോഴും ബെസ്റ്റാക്കിയിട്ട് ആൾക്കാരെ കാണിക്കാൻ വിചാരിക്കുമ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും അതുകൊണ്ട് പോയി കഴിഞ്ഞിരിക്കും. ബേസിക്കലി എൻ്റെ കമ്പനി റൺ ചെയ്തപ്പോഴും നമ്മൾ പ്യൂർലി കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ ഓഡിയൻസിനെ പഠിക്കാൻ തുടങ്ങിയത്. സോ ആദ്യം ഞാൻ പ്രൊഡക്ഷനെ പറ്റി ഭയങ്കര വെറൈറ്റി ആയിരുന്നു. എന്നാൽ എല്ലാം നല്ലതായിട്ടിരിക്കണം, ലൈറ്റിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു പുള്ളി ഒരു ഫോൺ വന്ന് ഹലോ ഗായ്സ് പുസ്തകം എന്ന് പറഞ്ഞിട്ട് അവൻ 10 million കൊണ്ട് പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട്. ഞാൻ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് ടു സ്റ്റാർട്ട്. അതിനെക്കാട്ടും നല്ലൊരു പോയിന്റ് ആദ്യം കമ്പ്യൂട്ടർ വാങ്ങിക്കണം. പിള്ളേരുണ്ട്, മൊബൈലിൽ മാത്രമുള്ള പിള്ളേരുണ്ട്. മൊബൈലിൽ തന്നെ റെക്കോർഡിങ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊരു ട്രൈപ്പോഡും വീട്ടിലൊരു റിംഗ് ലൈറ്റും വെച്ചിട്ട് മൊബൈലിൽ തന്നെ സ്ട്രീമും ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന പിള്ളേരുണ്ട്. സോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് പോലും നിങ്ങളുടെ ഫോണിലാണ് നിങ്ങൾ കളിക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ സ്റ്റാർട്ട് പ്ലേയിങ്. എന്നിട്ട് ബി എൻ്റർടൈനിങ്. നല്ല കോമഡിയാണ് എന്നൊക്കെ മസ്റ്റൊന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ ആൾക്കാരെ പറയുന്ന രീതിയിൽ ചെയ്യുക. ചിലപ്പം ആദ്യം 2 പേരെയും കാണുന്നത്, ചിലപ്പോൾ അടുത്ത 2 ആഴ്ച 2 പേരെയും കാണുന്നത്, പക്ഷേ കീപ്പ് ആറ്റ് ഇറ്റ്. പിന്നെ കുറച്ചുകൂടെ ഡിസിപ്ലിൻഡായിട്ട് ഒരു സ്ട്രീം സ്കെഡ്യൂൾ വെക്കുക, അല്ലെങ്കിൽ ഒരു അപ്ലോഡ് സ്കെഡ്യൂൾ വെക്കുക. സ്റ്റിക്ക് ടു ദാറ്റ് സ്കെഡ്യൂൾ.
എന്തൊക്കെ ഇപ്പോൾ നമ്മൾ സ്പിരിറ്റഡ് ആണെന്ന് പറഞ്ഞാലും യൂട്യൂബിനും ഇൻസ്റ്റഗ്രാമിനും നമ്മൾ കണ്ടൻറ് ഉണ്ടാക്കി കൊടുക്കുന്നൊരു മെഷീനാണ്. അവർക്ക് വേണ്ടത് കണ്ടൻറ്റാണ്. സോ പ്രോപ്പറായിട്ട് കണ്ടൻറ്റ് എപ്പോഴും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുക, എൻ്റർടൈനിങ് ആയിട്ടിരിക്കുക. നമ്മളിപ്പം ഓഡിയൻസിൻ്റെ ഫീഡ്ബാക്ക് ഫസ്റ്റ് വരുന്ന ആൾക്കാർ കമൻറ്റ്സ് ഇടുമ്പം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും റിപ്ലൈ കൊടുക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി വരിക. ഒരു 10 പേര് ആദ്യം കുറ്റം പറഞ്ഞാലും ഇഫ് ദേ ആർ കമ്മിങ് ബാക്ക് ടു വാച്ച് യു ഇറ്റ് മീൻസ് യു ആർ മേക്കിംഗ് പ്രോഗ്രസ്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ്. പുള്ളി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ആമസോണിൽ ഷോ ചെയ്യുന്ന ആളാണ്. അതെ. സോ മിസ്റ്റർ ബീസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളി ഒരു 5 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ ഈ സിസ്റ്റത്തിനെ പറ്റി ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ അവർ ഫുൾ സംസാരിക്കുന്നത് തന്നെ എങ്ങനെ വൈറലാവാം, ട്രെൻഡ്സ് നോക്കുന്നു, അനലൈസ്ഡ് ആവുന്നു. അങ്ങനെ അവർ കണ്ടന്റിനെ പറ്റി ഭയങ്കര അനലൈസിനെ പറ്റി ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു. ആ ലെവൽ പാഷൻ അവർക്കുള്ളതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് അവർ സക്സസ്ഫുൾ ആയത്. എന്നിട്ട് മിസ്റ്റർ ബീസ്റ്റ് റീസെൻ്റ്ലി പറഞ്ഞു, ഞാൻ ഇപ്പോൾ പുള്ളിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ആവുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞു, ഞാൻ ആരെ ഡേറ്റ് ചെയ്താലും എനിക്ക് കണ്ടന്റ് മനസ്സിലാക്കി കണ്ടന്റ് അനാലിസിസ് മനസ്സിലാവുന്ന ഒരാളെ ഞാൻ ഡേറ്റ് ചെയ്തുള്ളൂ. കാര്യം എൻ്റെ സമയത്തിന് അത്രയും വാല്യൂ ആണ്. സോ പുള്ളിയുടെയൊക്കെ ഒരു നെക്സ്റ്റ് ലെവൽ ഡെഡിക്കേഷനാണ്. സോ അത്രയും ഡെഡിക്കേഷൻ നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മൾ ചെയ്യുമ്പം സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് സംവെയർ. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോംസ് യൂട്യൂബ് ഗെയിമിംഗ് എന്നല്ലാതെ മറ്റെന്തൊക്കെ പ്ലാറ്റ്ഫോംസ് നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ഐ തിങ്ക് യൂട്യൂബാണ്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും, പിന്നെ ഇന്ത്യയിൽ ഭയങ്കര ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ടിക്ടോക്ക് ബാൻ ചെയ്തത്. ടിക്ടോക്ക് എന്ന് വെച്ചാൽ വേൾഡ് വൈഡിൽ എല്ലാവർക്കും ഇത്രയും വൈറലാവാൻ ചാൻസ് കൊടുക്കുന്നൊരു പ്ലാറ്റ്ഫോം ഇല്ല. ഈവൻ ഇഫ് യു ഹാവ് 0 സബ്സ്ക്രൈബേഴ്സ്, അവരുടെ അൽഗോരിതം ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഈക്വൽ ചാൻസ് ഓഫ് ഗോയിങ് വൈറൽ കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഡയറക്റ്റ് ഷോപ്പ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് ഡയറക്റ്റ് ആൾക്കാർക്ക് വാങ്ങാം. പിന്നെയാണ് യൂട്യൂബൊക്കെ അത് അഡോപ്റ്റ് ചെയ്തത്. സോ ഇവിടെ ടിക്ടോക്ക് പോയിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഏറ്റവും ആൾക്കാരിലേക്ക് റീച്ച് ആവുന്ന ഇന്ത്യയിൽ യൂട്യൂബാണ്. പിന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഇൻസ്റ്റഗ്രാം റീൽസും വെർട്ടിക്കൽ കണ്ടന്റ് ഷോർട്സ് ഒക്കെ ഭയങ്കര റീച്ച് ആവുന്നുണ്ടെങ്കിലും ഐ തിങ്ക് ലൈവ് പോകാനൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോംസ്. കളിച്ച് തുടങ്ങുന്ന ഒരാൾ, ഇപ്പോൾ നമ്മളിപ്പോൾ കരിയർ ഗ്രോത്തിനെ പറ്റി പറഞ്ഞു, കളിച്ച് തുടങ്ങാനാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലതായിട്ട് കളിച്ച് തുടങ്ങാൻ പറ്റിയൊരു ഗെയിം ഏതായിരിക്കും? ഏറ്റവും ഞാൻ എപ്പോഴും പറയുന്നു, ഏറ്റവും നല്ല കളിച്ച് തുടങ്ങാൻ നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഗെയിമാണ്. പബ്ജി കളിക്കുന്ന കാണാൻ ഒത്തിരി പേരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനും പബ്ജി കളിച്ച് തുടങ്ങിയാൽ മേ ബി അതിലത്ര നന്നായിരിക്കത്തില്ല. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പറയാൻ ഒത്തിരി കാര്യം കാണത്തില്ല. സോ അതിൻ്റെ ഗെയിം പ്ലേനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാനിത് ട്രെൻഡിന് വേണ്ടി ചെയ്യുന്ന പോലെ പോകും. പക്ഷേ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഗെയിം നൈസ് ആണെങ്കിൽ ഓക്കെ, അതിപ്പോൾ ആൾക്കാർ കളിക്കാത്ത ഗെയിം ആയിക്കോട്ടെ, പക്ഷേ നൈസ് ആണെങ്കിലും ചിലപ്പം എനിക്ക് അതിനകത്ത് കുറച്ചുകൂടെ നല്ലപോലെ കളിക്കാൻ പറ്റുന്നതുകൊണ്ട്, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ടും ഞാൻ കൂടുതൽ എൻഗേജിങ് ആയിട്ട് ആ വീഡിയോ ചെയ്യും. സോ അതിൽ ആൾക്കാർ കാണുന്നത് കൂടും. സോ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഗെയിം കളിക്കുക, വീഡിയോസ് വന്നോളും. നമ്മൾ പണ്ട് പറയുന്നു കാണാങ്കുളന്ന് ചിക്ക് എന്ത് ഗെയിമെന്ന് കളിച്ചാൽ ആൾക്കാരൊന്ന് കാണുന്നത് ആണോ. പക്ഷേ അങ്ങനെ അല്ലാതെ നിങ്ങളൊരു കാണാങ്കുളന്ന് ചിക്ക് അല്ലെങ്കിൽ നിങ്ങൾ പൈമാനാണെങ്കിൽ ഞാൻ പറയുന്നത് കണ്ടന്റ് ക്രിയേറ്റർ ബോയ്സ് പറയുന്നതായിരുന്നു പണ്ട്. പെങ്കോച്ചുങ്ങളായിരുന്നെങ്കിൽ റീച്ച് ആക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നതിന്. പക്ഷേ അങ്ങനെ പറയുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു കണ്ടന്റിനെ പറ്റി സ്ട്രീം ചെയ്ത് തുടങ്ങിയാൽ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയാൽ പീപ്പിൾ ഓട്ടോമാറ്റിക്കലി കം. പക്ഷേ മേക്ക് ഷുവർ ഡിസിപ്ലിനായിട്ട് റെഗുലറായിട്ട് ചെയ്യുക. ഇപ്പോൾ ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ AR VR ഗെയിമിംഗ് ഉണ്ട്. ലുലു മോൾ പോലുള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ VR ഉണ്ട്. ഇപ്പോൾ സാധാരണ ഗെയിമിങ്ങിനേക്കാളും മറ്റൊരു സൈഡിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആപ്പിൾ വിഷനും പിന്നെ അതുപോലെ ഒത്തിരി ഗാഡ്ജറ്റ്സും വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഗെയിം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നൊരു കരിയർ ഉണ്ട്. ഇപ്പം അതിനകത്ത് തന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ വരാം. ഇപ്പോൾ ക്യാരക്ടർ ഡെവലപ്പിംഗ്, മോഡലിംഗ്, അതിൻ്റെ പ്രോഗ്രാമിംഗ്, പിന്നെ സെറ്റ് ഡിസൈനിങ്, അതുപോലെ ഒത്തിരി ഫീൽഡ് അതിനകത്ത് വരുന്നുണ്ട്. ഒത്തിരി ഇപ്പോൾ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് വീഡിയോ എടുക്കുന്നേക്കാളും ഒരു ക്രൂവിൻ്റെ ആവശ്യവും അതുപോലെ എക്സ്പെൻസീവും. ഇപ്പം മറ്റേ GTA 6 ഡെവലപ്പിംഗ് കോസ്റ്റ് $2 billion. അതുപോലെ തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതും ആ ഒരു മേഖലയാണ് ഗെയിമിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഉള്ളവർ അത്രയും അവെയർ അല്ല ഇതിനെപ്പറ്റി. അപ്പം ഫ്യൂച്ചർ ഓഫ് ഗെയിമിംഗ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഫസ്റ്റ്ലി ഗെയിം സ്റ്റുഡിയോസ്, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇന്ത്യയിൽ എന്താണ് ഗെയിം സ്റ്റുഡിയോസ് ഇല്ലാത്തതെന്ന്. ഈ ലാസ്റ്റ് ഇയർ ആണ് ബ്ലാക്ക് മിത്ത് വുക്കോങ് എന്നൊരു ഗെയിം ഭയങ്കര ഫേമസ് ആയിട്ട് വന്നത്. അതാണ് ചൈനയ്ക്ക് ഫസ്റ്റ് എക്സ്ക്ലൂസീവ് AAA ടൈറ്റിൽ എന്ന് പറഞ്ഞ്, അതായത് AAA എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്യുന്ന ടൈറ്റിലാണ്. സോ അത് ചൈനയെ ഇത്രയും കാലം അമേരിക്കയും പിന്നെ UK ആയിരുന്നു വലിയ AAA ടൈറ്റിൽസ് എല്ലാം ലോഞ്ച് ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ട് തന്നെ ചൈന ഒരു ടൈറ്റിൽ ലോഞ്ച് ചെയ്തിട്ട് ഇത്രയും ഹൈപ്പും ഗ്ലോബലി അക്സെപ്റ്റും ചെയ്തത്. ഞാൻ എപ്പോഴും ഇന്ത്യയിൽ എന്തുകൊണ്ട് ഒരു ഗെയിം സ്റ്റുഡിയോ ഇല്ലാന്ന്, കാര്യം റോക്ക് സ്റ്റാറിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി എംപ്ലോയീസ് ഇന്ത്യക്കാരാണ്. ടാലൻറ്റ് ഇവിടെ ഇല്ലായിട്ടല്ല, ഉള്ള ടാലൻ്റൊക്കെ ബാക്കി പോവാണ്. ബാക്കി വലിയ കമ്പനീസിൽ പോകുന്നുണ്ട്. സോ ഗെയിം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നല്ല ഗെയിം ഉണ്ടാക്കുക, ഒത്തിരി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. നല്ല നെറേറ്റീവ്സും നല്ല സ്റ്റോറി ഡ്രിവണൊക്കെ ആയിട്ട് ഗെയിംസ് ഉണ്ടാക്കിയാൽ ഇവിടെ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇന്ത്യയിലൊരു പ്രോപ്പർ ഗെയിം സ്റ്റുഡിയോ വന്നാൽ. പക്ഷേ ഇപ്പം എനിക്കൊന്നും ഇവിടെ ഒത്തിരി കാര്യമുള്ളവരൊക്കെ വലിയ AAA സ്റ്റുഡിയോസ് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഗെയിം ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയ, ഒത്തിരി പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫീൽഡാണ്. ഈവൻ ക്യാരക്ടർ ഡെവലപ്മെൻറ്റുകളും ഗെയിമിൻ്റെ ഇൻ ഗെയിം അസറ്റ്സ് ഡിസൈൻ ചെയ്യുന്നതും ഒക്കെ ഒത്തിരി പ്രോമിസിങ് ഫീൽഡാണ്. ഓൾദോ അവിടെ ഒരു വലിയ ആസ്ട്രിക്സ് ഉള്ളതുകൊണ്ട് അടുത്ത 2 വർഷത്തെ ഈ ഇൻഡസ്ട്രിക്ക് ഒരു വലിയ ചേഞ്ച് വരാൻ പോവാം ബിക്കോസ് ഓഫ് AI.
ഐ തിങ്ക് ഇത് കൈൻഡ് ഓഫ് സ്കെയറിയാണ്. ഓക്കെ, ഡൂം എന്നൊരു ഗെയിമുണ്ട്, പണ്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു ഡൂം എന്ന് പറഞ്ഞാൽ. സോ ആ ഗെയിമിന് അതായിരുന്നു ലോകത്തെ ആദ്യത്തെ ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഗെയിം. സോ പിന്നെ ഈ ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഗെയിംസ് എല്ലാം ഡൂം ക്ലോൺസ് എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ ഡ്യൂക്ക് ന്യൂക്കം അങ്ങനെ കുറച്ച് ഗെയിംസ് വന്നു. സോ ഡൂമാണ് ഫസ്റ്റായിട്ട് നമ്മൾ ഈ ഗൺ മാത്രം കാണുന്ന വ്യൂ പോയി വെടിക്കുന്ന ഐറ്റം കൊണ്ടുവന്നത്. ഒരു വലിയ ബ്രേക്ക് ത്രൂ ആണ്. ഗൂഗിള് പുതുതായിട്ടൊരു AI എഞ്ചിൻ ഡെവലപ്പ് ചെയ്തു, വേറെ ഡൂമിൻ്റെ ആ പിക്ചേഴ്സ് മാത്രം വെച്ച് ആ ഗെയിമിനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ബട്ടൺസ് പ്രസ് ചെയ്യുമ്പോൾ ഗെയിം ഫുള്ളായിട്ട് വർക്കാവും. പക്ഷേ അവിടെ ഗെയിമില്ല, ഗെയിം ഡെവലപ്മെൻ്റ് ഇല്ല, കോഡില്ല. ഫുള്ളി AI ഗെയിം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ റിയൽ ടൈം റീക്രിയേറ്റ് ചെയ്യും. സോ നമ്മൾ ലെഫ്റ്റ് ഞെക്കുമ്പോഴത്തേക്ക് ആക്ച്വലി വരുന്നത് പുതിയ പുതിയ പടങ്ങൾ റിയൽ ടൈം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ക്യാരക്ടർ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത് പോലെ റിയൽ ടൈം പടം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. റൈറ്റ് ഞെക്കുമ്പോൾ വീണ്ടും റൈറ്റിലേക്ക് ക്യാരക്ടർ എങ്ങോട്ട് മൂവ് ചെയ്താലും AI അത് മനസ്സിലാക്കി ഫ്രെയിംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം AI തന്നെ പുതിയ ലെവൽസ് കണ്ടുപിടിച്ച് ആ ഗെയിം എന്താണെന്നൊരു അണ്ടർസ്റ്റാൻഡിങ് AI ഉണ്ടാക്കിയിട്ട് റിയൽ ടൈം ആയിട്ട് നമുക്ക് ഗെയിം വേൾഡ് ഉണ്ടാക്കി തരുക, ഡെവലപ്പ് ചെയ്യുക. സോ അതൊരു ഭയങ്കര ഹിറ്റാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രിക്ക്. കാര്യം ഇനി സക്സസ്ഫുൾ ആയാലും പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് മാറും. ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഒരു ഗെയിം GTA 5 ആണ്. അതിനകത്ത് ആ ഒരു ഇട്ടാവട്ട മാപ്പിൽ തന്നെ ഞാൻ എത്ര തവണ വണ്ടി ഓടിച്ചു എന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു ടെക്നോളജി വരുവാണ്. ഇപ്പോൾ AI പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ആ ഓരോ തവണയും ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഇറ്റ്സ് എ ന്യൂ വേൾഡ്, ഇറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ്. അതൊരു ഭയങ്കര ബ്രേക്ക് ത്രൂ സാധനമാണ് ആക്ച്വലി. പിന്നെ ഐ തിങ്ക് അപ്പം ഓരോരുത്തരുടെയും ഗെയിം എക്സ്പീരിയൻസും ചിലപ്പോൾ ഡിഫറെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഐ മീൻ ഒരു ബേസ് അണ്ടർസ്റ്റാൻഡിങ് AI ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ കളിക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ ബ്രോ കളിക്കുമ്പോൾ വരുന്നത്, ബിക്കോസ് AI റിയൽ ടൈം ജനറേറ്റ് ചെയ്യണം. GTA പോലത്തെ ഗെയിംസിലേക്ക് ചിലപ്പം അതിന് പെൻട്രേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ദ ഫാക്ട് ദാറ്റ് ഇസ് പോസിബിൾ ടുഡേ, ഇന്ന് അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൈൻക്രാഫ്റ്റ് ഒരു ഇതേപോലെ AI എഞ്ചിനെ റീക്രിയേറ്റ് ചെയ്തായിരുന്നു. സോ ഇത് ഇന്ന് പോസിബിൾ ആണെങ്കിൽ യു ക്യാൻ തിങ്ക് പ്രോബ്ലി നെക്സ്റ്റ് 5 years ഒരു വലിയ ബ്രേക്ക് ത്രൂ വരും. എന്നാൽ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എഞ്ചിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചിലപ്പം കൂടുതൽ ഗെയിംസ് ലോഞ്ച് ആവാനും ചാൻസ് ഉണ്ട്. ഇൻഡി സ്റ്റുഡിയോസിന് വലിയ ബഡ്ജറ്റ് ഇല്ലാത്ത എന്ന ഐഡിയ ഉള്ള ആൾക്കാർക്ക് പ്രോബ്ലി കൂടുതൽ ഗെയിംസ് ഇറക്കാനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരും. ഇൻഡിപെൻഡന്റ് ഗെയിമേഴ്സിന് അങ്ങനെ അപ്പം ഗെയിം ഡെവലപ്മെൻറ്റ് അങ്ങനെ കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ NVIDIAക്ക് തന്നെ ഒരു പുതിയ ടെക്നോളജി ഉണ്ട്. അതെന്ന് വെച്ചാൽ ഗെയിം ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്ക് റിയൽ ടൈം ആയിട്ട് സംസാരിക്കാം, നമ്മുടെ വോയിസ് വെച്ച് സംസാരിക്കാം. പണ്ട് ഇൻ ഗെയിം മോഡൽസിൻ്റെ അടുത്ത് നമ്മൾ മറ്റേ ഡയലോഗ് വരുമ്പോൾ യെസ് നോക്ക് ക്ലിക്ക് ചെയ്യാതെ നമുക്ക് സംസാരിക്കാം. അതൊരു AI എഞ്ചിനുമായിട്ട് പോയി സംസാരിച്ചിട്ട് റെസ്പോൺസസ് നമുക്ക് തരും. സോ ഇനി ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് വരാൻ ചാൻസ് ഉണ്ട്. സോ പിന്നെ AI തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഗെയിംസ് ചാൻസ് ഉണ്ട്. സോ AI ഇതിലേക്ക് വരുമ്പോൾ പെൻട്രേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. ആൻഡ് ഇറ്റ് ഇസ് ഇന്നെവിറ്റബിൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് എന്തെങ്കിലും ഗെയിം ഡെവലപ്പർ കാണുന്നുണ്ടെങ്കിൽ ആ ഫീൽഡ് കുറച്ച് ഫോക്കസ് ചെയ്യൂ. ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ഫ്യൂച്ചർ. ലോകം അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ അതിന് റെഡി ആയിട്ടിരിക്കണം, എന്നാലേ നമുക്ക് അടുത്ത കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ചെറിയ ഗെയിമിങ് പണ്ട് കാലം മുതലേ തന്നെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതിൻ്റെ ഹാർഡ്വെയർ. ഭയങ്കര കോസ്റ്റ്ലി, എക്സ്പെൻസീവ് ആണ്, ഒരു ചീപ്പ് പരിപാടിയല്ല. ഇതിനകത്ത് വരുന്ന ഒത്തിരി എനർജി കൺസപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ പണ്ടാണെങ്കിലും ഐ തിങ്ക് ഒരു PC സെറ്റ് ചെയ്യുമ്പോൾ വീട്ടിലൊരു പ്രോസസ് ഉണ്ട്. ആദ്യം നമുക്കൊരു പുതിയ PC ആണെങ്കിൽ നമ്മൾ അമ്മ എടുത്ത് പറയും, അപ്പൻ്റെ അടുത്ത് പറയും, ആ പ്രോസസ്സിലൂടെ നമ്മളൊരു PC വാങ്ങും. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞങ്ങൾ പണ്ട് ഈ GT 710 എന്നൊക്കെ പറഞ്ഞൊരു കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 710 വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ PC ബേസ് ആയിട്ട് ഒരു ഗ്രാഫിക് കാർഡിൻ്റെ പേര് ആ കാർഡ് കിട്ടുക എന്ന് പറഞ്ഞത്. ആൻഡ് ഇത് എനിക്ക് പറയുമ്പോൾ ഐ എം പ്രിറ്റി പ്രൗഡ്. കാര്യം അങ്ങനെ ഗ്രാഫിക് കാർഡ്സ് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് എൻ്റെ കമ്പനി നമ്മൾ NVIDIA ഒഫീഷ്യൽ പാർട്ട്നേഴ്സാണ്. എന്നിട്ട് നമ്മൾ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് NVIDIA ഇൻ്റർനാഷണൽ കോൺഫറൻസിലൊക്കെ നമ്മൾ പോയായിരുന്നു. സോ നമുക്ക് ഡയറക്റ്റ് ബ്രാൻഡാണ്. സോ ഇപ്പം AI വന്നുകൊണ്ട് തന്നെ ഹാർഡ്വെയറിന് വലിയ ചേഞ്ച് വരാൻ പോവാണ് ഇപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ. പണ്ട് നമുക്ക് ഒത്തിരി പവർ വേണ്ട റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയർ തന്നെ ഒറ്റയ്ക്കിരുന്ന് പണിയെടുക്കണമായിരുന്നു. ഇപ്പം ബിക്കോസ് ഓഫ് AI അസിസ്റ്റൻസും പുതിയ ടെക്നോളജിയും കാരണം ഞാൻ പറയുമ്പോൾ ഹാർഡ്വെയറിൻ്റെ കോസ്റ്റ് കൺസിഡറബിളി കുറേയൊക്കെ കുറഞ്ഞു വരും. കാര്യം സോഫ്റ്റ്വെയറിന് ഇപ്പോൾ ഒത്തിരി കാര്യം ചെയ്യാം. നമ്മൾ എപ്പോഴും മറന്നു നോക്കുന്നത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നത്. സോ നമുക്ക് നല്ലപോലെ കോഡ് ചെയ്യാൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ നല്ലപോലെ ഒപ്റ്റിമൈസ് ചെയ്യാൻ അറിയാമെങ്കിൽ ഈവൻ വീക്ക് ഹാർഡ്വെയറിനെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും, വർക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റും. 2 ദിവസം മുമ്പാണ് NVIDIA അവരുടെ പുതിയ ഗ്രാഫിക് കാർഡ്സ് ഇറക്കിയത്. ഇതിലൊക്കെ AI ഫ്രെയിം ജനറേഷൻ എന്ന ടെക്നോളജിയുടെ ലേറ്റസ്റ്റ് വേരിയേഷൻ ഉണ്ട്. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഗെയിം സ്റ്റക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും, ഓക്കെ ഗെയിം സ്റ്റക്കാണ്, അത് സഹിച്ച് പോകും. ഇപ്പോൾ AIക്ക് മനസ്സിലാവാം ഗെയിമിൽ സ്റ്റക്ക് ഉണ്ടെന്ന്. എന്നിട്ട് ഇവർ ഇതിൻ്റെ ഇടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഫ്രെയിംസ്, നേരത്തെ നമ്മൾ AI ഗെയിമിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പടം ഓരോ ഫ്രെയിംസ് ജനറേറ്റ് ചെയ്യുന്നവരല്ലേ, അതേപോലെ ഇത് സ്റ്റക്ക് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഫ്രെയിംസ് ഇവിടെ എന്താ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതോടെ ഇൻപുട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റക്ക് ഉണ്ടെന്ന് തോന്നത്തില്ല. 20 FPS ഉള്ള ഒരു ഗെയിമിനെ, അതായത് 20 ഫ്രെയിംസ് ഒരു സെക്കൻഡ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഗെയിമിനെ ഫ്രെയിം ജനറേഷൻ കൊണ്ട് 200 FPS വരെ കൂട്ടാൻ പറ്റും. എൻ്റെ അമ്മേ, ആക്ച്വലി സ്റ്റക്കാണ്, പക്ഷെ നമ്മളത് കാണത്തില്ല. ഓക്കെ, ഐ തിങ്ക് ഹാർഡ്വെയർ റിക്വയർമെൻറ്റിനേക്കാളും ഈ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ കാരണം ഹാർഡ്വെയർ റിക്വയർമെൻറ്റ് കമ്മിങ് ഇയേഴ്സ് വീണ്ടും കുറയാൻ പോവാണ്. അതേപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഒരു വലിയ ഫാക്ടർ ആകാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലൊരു ഹെവി സിസ്റ്റം ഇല്ലെങ്കിൽ പോലും
പകുതി ലോഡ് നമ്മുടെ സിസ്റ്റം എടുക്കും, ഹെവി ടാസ്ക് ക്ലൗഡിൽ പോയി കംപ്ലീറ്റ് ആയി വരും. സോ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ് ഭയങ്കര താഴ്ന്നില്ല, പക്ഷേ നമ്മുടെ ആ ഹെവി ലോഡ് ഇപ്പോൾ ഓഫ് ലോഡ് ചെയ്യാനുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു PC നമ്മൾ സെറ്റ് ചെയ്താൽ ഈ AI അസിസ്റ്റൻസ് കാരണം ഒത്തിരി ഹെവി ലോഡ്സ് അതിന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. അത്ര ഒരു ഭയങ്കര ഡിമാൻഡിങ് ഹാർഡ്വെയർ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര പൈസ കൂടിയ സാധനം വാങ്ങിച്ചാലേ നമുക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ള ഒരു ഇത് മാറുകയാണ്. ഇനി ഒരു മിഡ് റേഞ്ച് ആയിട്ട് നമ്മളൊരു PC സെറ്റ് ചെയ്താലും, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഒരു 65,000 to 70,000 നമ്മളൊരു നല്ല PC സെറ്റ് ചെയ്താലും ഗെയിമിംഗ് എനിക്ക് സ്മൂത്തായിട്ട് പറ്റും ബിക്കോസ് ഓഫ് ദീസ് AI ഇംപ്രൂവ്മെൻറ്റ്സ്. അപ്പോൾ അങ്ങനെ ഒരു ടൈമിലേക്കാണ് നമ്മൾ പോകുന്നത് വേർ ഒപ്റ്റിമൈസേഷനും അതിൻ്റെ കൂട്ടത്തിൽ ഈ AI ഫ്രെയിം ജനറേഷനും കാരണം സ്റ്റക്ക് ഉണ്ടെങ്കിൽ പോലും ഇനി നമ്മൾ അറിയത്തില്ല സ്റ്റക്ക് ഉണ്ടെന്ന്. ലൈക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ സിസ്റ്റം പോലും വേണ്ട, ലൈക്ക് പുതിയ ലേറ്റസ്റ്റ് ഐഫോൺ ക്യാൻ റൺ AAA ടൈറ്റിൽസ്. അതെ അത് ആ ടെക്നോളജി. സോ അങ്ങനെ ഒരു ടൈമിലേക്ക് നമ്മൾ പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിക്കുമായിരുന്നു ദെയർ ക്യാൻ കം എ ടൈം വേർ NVIDIA നമുക്ക് പുറത്തിതുണ്ട്, ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. NVIDIAക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. മന്ത്ലി $5 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഗ്രാഫിക് കാർഡ്സിൽ നിന്ന് അവരുടെ സെർവർ ഗെയിമിങ് സ്ട്രീം ചെയ്ത് തരും. നമുക്കൊരു ബ്രൗസർ മാത്രം മതി. ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ലേറ്റൻസ്, ഇവിടെ റിലയൻസ് ക്ലൗഡ് ഗെയിമിംഗ് ചെറിയ രീതിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പവർഫുൾ ഗെയിംസ് ഒന്നും ഇട്ടില്ലെങ്കിലും സെയിൻറ്റ് റോസ് മാത്രം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. റിലയൻസ് നിങ്ങൾക്ക് ജിയോ സിം ഉണ്ടെങ്കിൽ റിലയൻസ് ക്ലൗഡ് ഗെയിമിംഗ് ഫ്രീ ആയിട്ട് ചെയ്യാം. AI ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം ആക്സസിബിൾ ആവുന്നുണ്ട്. ഇപ്പോൾ പണ്ട് കാശുള്ളവനും അല്ലെങ്കിൽ ഹോസ് പവർ ഉള്ള ആൾക്കാർക്കായിരുന്നു എല്ലാം ആക്സസിബിൾ. പക്ഷേ ഇത് കുറേ കൂടി ഡെമോക്രറ്റൈസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഹാർഡ്വെയർ നമുക്കിപ്പം ഒരു ആവറേജ് സിസ്റ്റം നമ്മളൊരു 60,000 to 70,000 ഒരു കാര്യം പറഞ്ഞു. അപ്പം ഒരു ബിഗിനർ ലെവലിൽ നോക്കുവാണെങ്കിലും ഇതിൻ്റെ ഒരു എക്സ്ട്രീം കണ്ടീഷനിലോട്ടൊക്കെ ഹൈലി പവർഫുൾ ആയിട്ടുള്ളൊരു മെഷീൻ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഏത് രീതിയിലൊക്കെ ഏത് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും? നല്ലൊരു എൻട്രി ലെവൽ സിസ്റ്റം, ഗെയിം ചെയ്യാൻ പറ്റുന്ന, എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന, സ്ട്രീം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം യു ക്യാൻ സെറ്റ് ഇറ്റ് ഫോർ ഒരു 50,000 to 55,000 നല്ലൊരു സിസ്റ്റം, ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്യാം. ഹയർ എൻഡ് പോകുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എൻറ്റയർലി ലെഫ്റ്റ് ചെയ്യും നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ നമ്മൾ ഹയർ എൻഡ് ലൈക്ക് അപ് ടു 6 lakhs മേളിൽ വരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് PCs. പക്ഷേ അതൊക്കെ എക്സ്ട്രീം ലോഡ്സാണ് വരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഡേ ടു ഡേ കൺസ്യൂമറിന് അത്രയും ആവശ്യം വരത്തില്ല. നമ്മൾ ഏറ്റവും എക്സ്പെൻസീവ് PC സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് റിസർച്ച് ഓർഗനൈസേഷൻസിനാണ്. ഐസർ പോലത്തെ അവർക്കിപ്പം ഒരു പുതിയ പ്രോട്ടീൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് റിയൽ വേൾഡിൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്ന സിമുലേഷൻസ് വരെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അതിനുവേണ്ടി ത്രെഡ്രിപ്പേഴ്സ് എന്ന് പറഞ്ഞ കസ്റ്റം ഇൻഡസ്ട്രി ഗ്രേഡ് ഹാർഡ്വെയർ ഉണ്ട്, ഇൻഡസ്ട്രി ഗ്രേഡ് ഗ്രാഫിക് കാർഡ്സ് ഉണ്ട്. NVIDIA തന്നെ കോഡ്രോ എന്ന് പറഞ്ഞ സീരീസ് ഇൻഡസ്ട്രി ഗ്രാഫിക്. സോ അതൊക്കെ ഭയങ്കര ഒരു കുറേ കൂടി നീഷ് വർക്ക് ലോഡ്സിനാണ്. നിങ്ങളുടെ ഒരു കണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ യു കെൻ ഈസിലി സ്റ്റാർട്ട് ഓഫ് വിത്ത് ഒരു 55,000 rupees വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ദെൻ മൂവിങ് ഓൺ ഒരു 1 lakh ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സോളിഡ് നല്ലൊരു AAA ഗെയിമിംഗ് റെഡി PC സെറ്റ് ചെയ്യാം. PCയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് again ഒരു പുതിയ ഗ്രാഫിക് കാർഡ് വന്നാൽ പഴയത് നമുക്ക് PowerLX എടുത്ത് വിറ്റിട്ട് പുതിയ അപ്ഗ്രേഡ് ചെയ്യാം. സോ നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പ്യുവർലി ഒരു വീഡിയോ എഡിറ്ററൊക്കെ ആണെങ്കിൽ ഞാൻ പറയും ഡെഫിനറ്റ്ലി ഒരു MacBook Pro, ഒരു Mac Mini ഒക്കെ എടുത്താൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കാര്യം ആസ് മച്ച് ആസ് ലവ് PCs ആപ്പിൾ അവരുടെ M series ചിപ്പ് ലോഞ്ച് ചെയ്ത് തൊട്ടൊരു വലിയ ബ്രേക്ക് ത്രൂ, സീരിയസ്ലി ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ ആയിരുന്നു. പണ്ട് Intel Mac ഉപയോഗിച്ചിട്ട് ആപ്പിൾ സിലിക്കണിലേക്ക് വന്നപ്പോഴത്തേക്ക് ബാറ്ററി ലൈഫ് ഒക്കെ സ്ട്രേറ്റ് ഒരു ഡേയിലേക്ക് വന്നു. എപ്പോഴും ഞാൻ നിങ്ങൾ ലാപ്ടോപ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയും ഡോണ്ട് ഗെറ്റ് വിൻഡോസ് ലാപ്ടോപ്സ്, ഒരു മാക്കിങ് എടുക്കുക. മാക്കാണ് ഏറ്റവും സുഖം, ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് Mac എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് എൻട്രി ഹൈ ആണെന്ന് പറയുമ്പോൾ പോലും റീസെയിൽ വാല്യൂ ഉണ്ട് ഒന്ന് സാധനം പിന്നെ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആണ് സോഫ്റ്റ്വെയർസ്. ലാപ്ടോപ്സ് ഞാൻ എപ്പോഴും മാക്ബുക്കാണ് പ്രിഫർ ചെയ്യുന്നത്. നല്ല സാധനമാണ്, സ്പെഷ്യലി ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. പക്ഷേ ഗെയിമേഴ്സിനല്ല, ഗെയിമേഴ്സിന് ഇപ്പോഴും ആപ്പിൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. ആപ്പിൾ കുറേ കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവർ ഈ വർഷം ഗെയിം പോർട്ടിംഗ് ടൂൾ കിറ്റൊക്കെ ഇറക്കി ഗെയിം കുറച്ചുകൂടി ഇതാക്കാൻ വേണ്ടി. പക്ഷേ ഗെയിമിംഗ് സെഗ്മെൻറ്റ് ഇപ്പോഴും വിൻഡോസ് ഫുൾ അങ്ങ് വെച്ചേക്കാണ്. പക്ഷേ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ ആപ്പിളിനകത്ത് ഒത്തിരി നല്ല ഒപ്റ്റിമൈസ് ആയിട്ട് അടിപൊളിയായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ട് ഇപ്പം ആപ്പിളിൻ്റെ ഇതെടുക്കുവാണെങ്കിൽ, ലാപ്ടോപ്പ് എടുക്കുവാണെങ്കിൽ അതിൽ ഏത് മുതലായിരിക്കും കണ്ടന്റ് ക്രിയേറ്ററിന് ബെസ്റ്റ് ആയിട്ടുള്ള സാധനം? മീൻസ് ബേസിക് എൻട്രി ലെവൽ ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഞാൻ പറയും ലേറ്റസ്റ്റ് M4 Mac Mini എടുക്കാൻ. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു M1 Pro എന്ന് പറഞ്ഞ ചിപ്പ് തന്നെ. അടുത്ത് ഇപ്പോൾ 2.5 lakhs ആയിരുന്നു അന്ന്. എപ്പോഴും ആപ്പിൾ സാധനം എടുക്കാൻ നമുക്ക് ഡൗട്ട് വരും. ആപ്പിൾ പേരിപ്പോൾ ഒന്ന് കൺഫ്യൂസിങ് ആക്കിയിട്ടുണ്ട്. ചിപ്പിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രോ എന്ന് പറഞ്ഞാൽ അത് പ്രൊഫഷണൽ യൂസിനും, ഒന്നുമില്ലെങ്കിൽ അത് സ്റ്റാർട്ടിംഗ് ലെവൽ പ്രൊഫഷണൽ യൂസിന്, പിന്നെ മാക്സും അൾട്ര എന്നും പറഞ്ഞ് 2 ചിപ്പ് ഇറക്കിയിട്ടുണ്ട്. സോ പ്രോ ആണ് അത്യാവശ്യം വർക്ക് ലോഡൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. സോ ഇവർ M4 എന്ന് പറഞ്ഞ ചിപ്പ് ഇറക്കിയപ്പോഴത്തേക്ക് ലേറ്റസ്റ്റ് നമ്മുടെ
ഒരു M2 Pro ലെവൽ ചിപ്പിനേക്കാളും പെർഫോമൻസും, എന്നാൽ പ്രൈസ് വന്നത് ഐ തിങ്ക് അറൗണ്ട് ഒരു 56,000 റുപ്പീസോട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ആ മാക് മിനി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു സാധനത്തിന്, ഒരു ആപ്പിൾ ടി വി ഒരു കൊച്ചു ബോക്സിൻ്റെ അത്രേ ഉള്ളൂ. ഭയങ്കര പവർഫുള്ളാണ്. ഇപ്പം ഒരു വീഡിയോ എഡിറ്ററൊക്കെയാണ് നിങ്ങൾക്ക് 8K ഫുട്ടേജൊക്കെ ഷൂട്ട് ചെയ്യണം, വർക്ക് ചെയ്യണമെങ്കിലും ഇതും ഒരു എക്സ്റ്റേണൽ SSD ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആപ്പിൾ എത്ര വില കൂടുതലാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ നല്ല കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ ഇറക്കിയേക്കുവാണ്. നിങ്ങളൊരു വീഡിയോ എഡിറ്ററൊക്കെ ആണെങ്കിൽ ഇതിൽ മുടക്കിയ പൈസ നിങ്ങൾക്ക് ഈസി ആയിട്ട് തിരിച്ചുണ്ടാക്കാൻ പറ്റും. വിൻഡോസ് ഡെസ്ക്ടോപ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നമുക്ക് അത്രയും പവർ കിട്ടും. നമ്മൾ ഈ സംസാരിച്ച AI വർക്ക് ലോഡൊക്കെ നമുക്ക് ലോക്കലി റൺ ചെയ്യാനുള്ള പവർ വിൻഡോസ് ഡെസ്ക്ടോപ്പ് മെഷീൻസിനുണ്ട്. പക്ഷേ ലാപ്ടോപ്സിൻ്റെ കേസിൽ വിൻഡോസ് ഇപ്പോഴും അങ്ങോട്ട് എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ വർഷം ചിലപ്പോൾ എത്തും. കാര്യം അവർ സ്നാപ്ഡ്രാഗണിൻ്റെ X Elite എന്ന് പറഞ്ഞ ചിപ്പ് കറക്കുന്നുണ്ട്. ആ റേസിൽ വിൻഡോസ് കുറേ ക്യാച്ചപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും ക്രിയേറ്റർ സൈഡിൽ എനിക്ക് എപ്പോഴും ആപ്പിളിനാണ് ഐ വിൽ ടെൽ യു ഭയങ്കര ഹാപ്പി. പക്ഷേ നിങ്ങളൊരു നേർഡാണ്, നിങ്ങൾക്ക് കുറച്ച് കസ്റ്റമായിട്ട് ചെയ്യണം, കുറച്ച് റോ ഹോഴ്സ് പവർ ആണെങ്കിൽ വിൻഡോസും അടിപൊളിയാണ്. ഈ ഒരു 2025 കാര്യം പറയുകയാണെങ്കിൽ എയിൽ ഒത്തിരി മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് പല കമ്പനികളും. 2025 എന്തായിരിക്കും? 2025 ഞാൻ പറഞ്ഞു ഇസ് ദ ഇയർ ഓഫ് AI. നമ്മുടെ ലൈഫിലേക്ക് വീണ്ടും AI കുറച്ചുകൂടെ വളരെ ക്ലോസ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു വർഷമായിരിക്കും 2025. ബിക്കോസ് ഇപ്പം തന്നെ നമുക്ക് AI വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അമേസിംഗ് ആണ്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ബിക്കോസ് ഒരു 3 to 4 days എൻ്റെ ഫാദർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പുള്ളി സർജറി കഴിഞ്ഞ് റിക്കവറിങ് ആണ്. ഈസ് ഡൂയിങ് ഗുഡ്. അപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് കുക്കിങ്ങിൽ ഞാൻ ഭയങ്കര കിട്ടലൊന്നുമല്ല, പക്ഷേ എന്നാൽ അത്യാവശ്യം കുക്കിംഗ് എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വിചാരിച്ചു ഓക്കെ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ, എന്തുണ്ടാക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ChatGPT എടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും AI എന്തൊക്കെ കുക്കിംഗ് ഐഡിയാസ് ഉണ്ട്, എനിക്ക് കുക്ക് ചെയ്യണം. ഒരു വർഷം മുമ്പ് അത് പണ്ടായി. സോ നമ്മൾ പക്ഷേ ഇപ്പം റിയലിസ്റ്റിക്കലി നിങ്ങൾക്കൊരു ChatGPT പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് ഡയറക്റ്റ് വീഡിയോ ചാറ്റ് ചെയ്യാം. ഫ്രിഡ്ജ് ചുമ്മാ തുറന്ന് കാണിച്ചു കൊടുത്താൽ മതി. എൻ്റെ ഫ്രിഡ്ജ് അത് പറയും, സോ അത് പോയി എടുത്തോ, ഇത് പോയി എടുത്തോ, ഇതിങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഞാനിടയ്ക്ക് വാഫിൾസ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അത് കറക്റ്റ് പറഞ്ഞുതരും. ഇത്ര ഗ്രാം എടുത്തിട്ട് ബോളിലിട്ടാൽ മതി, വീഡിയോയിലൂടെ കാണിച്ചാലേ അത് പറഞ്ഞുതരും. സോ ഇപ്പം നിങ്ങൾക്ക് ഇത്ര ഗ്രാം എടുക്കണമെന്ന് നല്ലോണം ചോദിച്ചോ, അതിനിങ്ങനെ ഒരു കപ്പ് കാണിച്ചു കൊടുത്താൽ മതി. അത് പറയും ഈ കപ്പിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് എത്രയാണ്, ഇതിൽ ഇത്ര ഗ്രാം കൊള്ളും, ഹാഫ് ഫില്ല് ചെയ്ത് നോക്ക് കറക്റ്റ് ആയിരിക്കുന്നത്. മെഷറിംഗ് സിലിണ്ടർ ഇല്ലെങ്കിൽ സ്പൂൺ കാണിച്ചാൽ അത് പറയും സ്പൂൺ ഓൾമോസ്റ്റ് ഇത്ര ആയിരിക്കും, അപ്പോൾ ഇതിൻ്റെ ഒരു 3 സ്പൂൺ ഒഴിക്കാൻ. എന്നിട്ട് നമുക്ക് പീസായിട്ട് ഫുഡ് കുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ എത്ര നേരം കുക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ടൈമറും അത് തന്നെ സെറ്റ് ചെയ്തിട്ട് പറയും ഓക്കെ ടൈം ആയിട്ടുണ്ട് തുറന്ന് നോക്കുന്നത്. ലിറ്ററലി നമുക്ക് ഫ്യൂച്ചറിലാണോ ജീവിക്കുന്ന ഒരു ഫീൽ തോന്നും. എന്നിട്ട് ഞാൻ ആലോചിച്ചു ഇതിപ്പം ഇങ്ങനെ ചെയ്താൽ പറ്റിയാൽ നമുക്ക് ബാക്കി കാര്യത്തിന് ഉപയോഗിച്ചൂടെ. ഫോർ എക്സാമ്പിൾ എനിക്ക് ട്രേഡ് ചെയ്യണമെന്ന് വെച്ചോ, എനിക്ക് വീണ്ടും വീഡിയോ ഓൺ ആക്കിയിട്ട് ഒരു സ്ക്രീൻ ഡ്യൂപ്ലിക്കേറ്റ് അതിന് കൊടുത്താൽ അത് പറഞ്ഞുതരും ഇത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തോ, ഇത് വാല്യൂ ഇതായിട്ട് സെറ്റ് ചെയ്തോ. പക്ഷേ അവർ കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഫിനാൻഷ്യൽ കാര്യത്തിന് ഉപയോഗിക്കരുതെന്ന്. പക്ഷെ അവിടെ സിമ്പിളാണ്, പറഞ്ഞാൽ മതി ഇതൊരു പേപ്പർ ട്രേഡിങ് ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് പറഞ്ഞാൽ സഹിച്ചിരും. ലിറ്ററലി AI നമ്മുടെ ലൈഫിലേക്ക് ഭയങ്കരമായിട്ട് ആ ഡോർ തുറന്ന് നമ്മുടെ ലൈഫിലേക്ക് വരുന്നൊരു പാർട്ടാണിപ്പോൾ. ടെസ്ല അവരുടെ പുതിയ റോബോട്ട്സ് ഇനിഷ്യലൈസ് ചെയ്തു. വേറെ ഇപ്പം നമുക്ക് വാങ്ങാം 30 ലക്ഷം രൂപയാണ് ഇപ്പം ആ റോബോട്ട് വാങ്ങാൻ. ആൻഡ് ഇപ്പോൾ വീട്ടു ജോലിക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ റോബോട്ട് വാങ്ങാൻ പറ്റുന്നൊരവസ്ഥയിൽ നമ്മൾ നിൽക്കുവാണ്. പണ്ട് വിൽ സ്മിത്ത് ഒരു സിനിമ ഇറക്കിയായിരുന്നു, അതൊക്കെ എന്താ ഇപ്പൊ റോബോട്ടിന് ഇപ്പൊ വന്ന് പണിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എത്തി. പൈസ ഉണ്ടേ വാങ്ങാം. ടെർമിനേറ്റർ എപ്പോഴായിരിക്കും? പക്ഷേ റോബോട്ട്സിന്റെ ഫസ്റ്റ് ലോ അവർ പറയുന്നത് റോബോട്ട് വിൽ നെവർ ഹേർട്ട് ഹ്യൂമൻ എന്നാണ്. അതാണ്. സോ എനിക്ക് തോന്നുന്നു ഭയങ്കര എംപവറിംഗ് ആണ്. ഓൾസോ ഞാൻ കേട്ടിട്ടുണ്ട് ജപ്പാനിലൊക്കെ ചില സൈറ്റ്സിൽ ഇപ്പം ആൾക്കാർക്ക് പോയി ചില മിഷൻസ് ചെയ്യാൻ ഡേഞ്ചറസ് ആയിരിക്കും, അവിടെ റോബോട്ട്സിനെ വിടാം. വേറെ ആൾക്കാരായിരിക്കും റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു ഗെയിം പോലെ അവർക്ക് POV ആയിട്ട് ആ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ സർജറി ചെയ്യുന്ന കേസിനകത്തും പ്രോബ്ലി ഒരു 2 കോണ്ടിന് അപ്പുറത്തുള്ള എക്സ്പീരിയൻസ് കൂടിയ ഡോക്ടറിന് ഈ രാജ്യത്ത് വന്ന് സർജറി ചെയ്യാം. പുള്ളിക്ക് ഫിസിക്കലി ഇങ്ങോട്ട് ഫ്ലൈ ചെയ്യേണ്ട, അതിന് പകരം ത്രൂ വീഡിയോ ഫീഡ് പുള്ളിക്ക് റിയൽ ടൈം ആയിട്ട് സർജറി ചെയ്യാം. വെരി നൈസ് പാർട്ട്. ഈ ഡോക്ടേഴ്സിന് സർജറി റെക്കോർഡഡ് ആയതുകൊണ്ട് ഇതൊരു ഡേറ്റാബേസിൻ്റെ പാർട്ടാവും. സോ പ്രോബ്ലി ഇങ്ങനെ ഒരു 2000 സർജറി കഴിയുമ്പോഴത്തേക്ക് ഈ സർജറിയുടെ പാറ്റേൺസ് മനസ്സിലാക്കി റോബോട്ട്സിന് സർജറി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് എത്ര പേര് വിശ്വസിച്ച് അവിടെ കിടക്കും. പക്ഷെ അതാണ് എത്ര പേര് അപ്പോൾ ആൾക്കാർ അറിഞ്ഞില്ലെങ്കിലോ റോബോട്ട് ചെയ്യുന്നെങ്കിൽ പറയാതെ ചെയ്യുക. അത് പണ്ട് സൈക്കിൾ പിടിപ്പിക്കുമ്പോൾ ഞാൻ പിടിച്ചിട്ടുണ്ട് പക്ഷെ അവർ ബാക്കിലങ്ങ് നിൽക്കുകയായിരിക്കും, തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും വീഴുന്നത്. പക്ഷെ ഇപ്പൊ പല ഹോസ്പിറ്റൽസിലും റോബോട്ട് സർജറീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്നാലും നമ്മൾ മറ്റേ ജോയിസ്റ്റിക്ക് വെച്ച് കൺട്രോൾ ചെയ്ത് ട്രിവാൻഡ്രത്ത് തന്നെ ഒരുപാട് ഹോസ്പിറ്റൽസിൽ അപ്പം ഇതിന്റെ വേറൊരു സൈഡ് ഞാൻ ചോദിക്കാം, നമ്മുടെ സാധാരണക്കാരുടെ ജോലി പോകുമോ എന്ന് പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ പറഞ്ഞ പോലെ ഇതിനും ആൾക്കാരെ റീപ്ലേസ് ചെയ്ത് അവിടെ കംപ്ലീറ്റ്ലി AI റോബോട്ട്സിനെ അല്ലെങ്കിൽ AIയുടെ സിസ്റ്റം റീപ്ലേസ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു പേടി പൊതുവേ ആൾക്കാരുടെ ഇടയിലുണ്ട്. ഞാൻ പണ്ട് പറയായിരുന്നു കഴിവുള്ളവർക്കൊക്കെ ജോലി കിട്ടും, ബാക്കിയുള്ളവരുടെ ജോലി പോയാലും കഴിവുള്ളവർക്ക്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഒന്ന് എനിക്ക് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു
ഇപ്പോൾ പോവില്ല, പക്ഷേ ലോങ് റണ്ണിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ജോലി വിൽ ഇൻ സം വേ ബി എഫക്റ്റഡ്. ഓക്കെ, കാര്യം ഇപ്പം നമുക്ക് ജോലി കാണും, ഒരു പോയിന്റ് വരുമ്പം ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ കമ്പനിക്ക് റൺ ചെയ്യാനുള്ള എത്ര കോസ്റ്റോ ആ കോസ്റ്റിന് ചീപ്പറായിട്ട് ജോലി ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ ഇപ്പം റോബോട്ട് ചെയ്തോളും എന്നൊരവസ്ഥയാണ്. ബിക്കോസ് ഇപ്പോൾ റിപ്പീറ്റേറ്റീവ് വർക്ക്സ്, സ്പെഷ്യലി എനിക്ക് മനസ്സിലായത് അക്കൗണ്ടിങ് ഫീൽഡിനൊക്കെയാണ് ഇത് ഫസ്റ്റ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ടിങ് ഒരു റിപ്പീറ്റേറ്റീവ് വർക്കാണ്. അക്കൗണ്ടിങ് എന്താ ചെയ്യുന്നത്, ഉള്ള ഡേറ്റയെ നോക്കി അത് ബേസ് ചെയ്ത് ടാക്സ് സെറ്റ് ചെയ്താണ് ചെയ്യുന്നത് അക്കൗണ്ടിങ്. ഒരാൾ തന്നെ എഴുതുന്ന ചെയ്യണം എന്നില്ല. അപ്പോൾ അതിനെ പുതുതായിട്ടൊന്ന് റീഷേപ്പ് ചെയ്ത് ആ ഇൻഡസ്ട്രിയെ മാറ്റി കൊണ്ടുവന്ന് എനിക്ക് ഈസി ആയിട്ട് എങ്കിൽ ഒരു ഫൈനൽ ഒരു CA അല്ലെങ്കിൽ ഈ ഫൈനൽ ഔട്ട്പുട്ട് ഓവർസീ ചെയ്യാൻ മാത്രം ഒരാൾ മതി. എന്തൊക്കെ ജോബ് റിപ്പറ്റേറ്റീവ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു, ആ ജോബ്സാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ടു ഗെറ്റ് ഓട്ടോമേറ്റഡ്. നമുക്കൊരു ക്രിയേറ്റീവ് സ്പാർക്കുണ്ട്. നമുക്കിപ്പം ചിലപ്പോൾ ഒരു തമാശ പറയാൻ ഇഷ്ടമായിരിക്കും, അങ്ങനെയുള്ള ഫാക്ട്സ് റിപ്ലിക്കേറ്റ് ചെയ്യാൻ. പക്ഷേ അവിടെ ഒരു വലിയ തർക്കം നടക്കുന്നുണ്ട്. AI ആർട്ടിസ്റ്റുകളെ റീപ്ലേസ് ചെയ്യുമോ അല്ലെങ്കിൽ ഇതുപോലെ പെയിന്റേഴ്സിനെ റീപ്ലേസ് ചെയ്യുമോ? അവിടെ എനിക്കൊരു ആൾക്കാരുടെ വ്യൂ പോയിന്റ് ഒരു ബീഫ് ഉള്ളതില്ലേ. നമ്മളെന്താ വരയ്ക്കുന്നത്, ഇപ്പം എനിക്കും വരയ്ക്കാൻ ഇഷ്ടം. ഞാൻ എന്താ വരയ്ക്കുന്നത്, ഞാൻ കണ്ട എക്സ്പീരിയൻസസും ഞാൻ എന്ത് കണ്ടു, ഞാൻ ലോകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കി, അതാണ് ഞാൻ വരയ്ക്കുന്നത്. എന്താ ചെയ്യുന്നത്, അതിന് കൊടുക്കുന്ന ഡേറ്റ സെറ്റ് കണ്ട് മനസ്സിലാക്കിയാണ് അത് വരയ്ക്കുന്നത്. സോ റിയലിസ്റ്റിക്കലി വി ബോത്ത് ഡൂയിങ് ദ സെയിം തിങ്. അത് ജസ്റ്റ് ഫാസ്റ്റായിട്ട് ചെയ്യുന്നതെന്നേ ഉള്ളൂ. നമ്മൾ എന്ത് ആർട്ട് ക്രിയേറ്റ് ചെയ്താലും നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുന്നത് അതിന് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അത് ഡേറ്റ സെറ്റിൽ നിന്ന് എടുക്കുന്നു. സോ അതിൻ്റെ അഗൈൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് മോശമാണ് അതുണ്ടെന്ന് യു ഹാവ് ടു ചേഞ്ച് ദ ടൈംസ്. നമ്മൾ ടൈംസിനനുസരിച്ച് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നടക്കാൻ പോണില്ല. ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഇത്രയും ടെക്നോളജിയിലോട്ടൊരു വന്നിട്ടുണ്ടാവണം എന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പം അലക്സ പോലെ ഹേ അലക്സ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുന്ന പോലെ സിമ്പിളായിട്ട് ഇപ്പം ഇതിനെ പല തരത്തിലോട്ട് മാറ്റുവാണെങ്കിൽ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അവിടെയാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ഓക്കെ, ഇത് എത്ര % കറക്റ്റ് ആണെന്ന് എനിക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഐ തിങ്ക് ടു സം ഡിഗ്രി ഇതിനകത്തൊരു ഫാക്റ്റ് ഉണ്ടെന്ന്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയാലേ നമ്മുടെ ജനറേഷനാണ് ടെക്നോളജി എല്ലാം കണ്ടുവന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം നമ്മൾ നോക്കിയയുടെ ഇൻ്റർനാക്സുള്ള ന്യൂമറിക് ഫോൺസ് ഉപയോഗിച്ചു. പിന്നെ ബ്ലാക്ക്ബെറീസും ക്വർട്ടി ഫോൺസ് വന്നു, ടച്ച് സ്ക്രീൻ ഫോൺസ് വന്നു, ഫുള്ളി ടച്ച് ഫോൺസ് വന്നു. നമ്മളിതെല്ലാം യൂസ് ചെയ്തു. പക്ഷേ വീട്ടുകാരെ നോക്കിക്കഴിഞ്ഞാൽ സോ വീട്ടുകാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രോബ്ലി ലാൻഡ് ഫോണും ആ നോക്കിയ പ്രോബ്ലി 3310 ശേഷം സ്ട്രെയിറ്റ് ടച്ച് സ്ക്രീൻ ഫോൺസിലേക്കാണ് വന്നിരിക്കുന്നത്. അവർ ഈ ട്രാൻസിഷൻ ഫേസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒത്തിരി വയസ്സായ ആൾക്കാർക്കാണെങ്കിലും അവർക്കും ഫോണെന്ന് വെച്ചാൽ പെട്ടെന്ന് അവരുടെ മെസ്സിൽ ടച്ച് സ്ക്രീനേ വരത്തുള്ളൂ. ഞാൻ ഇടയ്ക്ക് മമ്മിയുടെ അടുത്ത് ഒരു കീപാഡുള്ള ഫോൺ ജസ്റ്റ് കാണിച്ചപ്പോഴും പുള്ളിക്കാരി ഫസ്റ്റ് സ്ക്രീനിലാണ് തൊട്ടത്. ബിക്കോസ് അവരുടെ മൈൻഡ് ആ പഴയ ഫോണിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ കുറേ ഓൾഡ് ആൾക്കാർക്കാണെങ്കിലും ഡയറക്റ്റ് ടച്ച് ഇൻ്റർഫേസസിൻ്റെ അടുത്ത് ഉപയോഗിച്ചാണ് അവർ കുറേ കൂടി യൂസ്ഡ് ആയിട്ടുള്ളത്. ഇൻ കുറേ വേസ് അവരും ഈ ടച്ച് സ്ക്രീനോട് അഡാപ്റ്റഡ് ആണ്. കാര്യം ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ അത്ര എളുപ്പമാണ്. നമ്മളാണ് ഇതെല്ലാം യൂസ് ചെയ്ത് പോകുന്ന ജനറേഷൻ. ഇതും സത്യമാണെന്നല്ല, നമ്മുടെ ഏജിലുള്ള ഒരാളടുത്ത് ഫോൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് കൈവച്ച് കാണിച്ചാൽ നമ്മളിങ്ങനെ കാണിക്കും. പക്ഷേ ഇപ്പോൾ ഒരു കൊച്ചു അടുത്ത് ഫോൺ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരിങ്ങനെ കാണിക്കത്തുള്ളൂ. എനിക്കൊരു മോനുണ്ട്, അവൻ 2.5 വയസ്സായിട്ടേ ഉള്ളൂ. ആള് ചുമ്മാ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ എടുക്കും. ഹലോ യെസ് കണ്ടോ, സ്ക്രീനിൽ കണ്ടു, ഇത് കാണൂ അത് കാണൂ, ഇങ്ങനെ കാണിക്കുക. നമ്മൾ ഫോൺ എന്ന് പറഞ്ഞാൽ മാറിയിട്ട് അവരൊക്കെ കാണിക്കുന്ന ഇങ്ങനെ. ടെക്നോളജി ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ എൻഡ് ഗോൾ എന്താ, ടെക് ആക്സബിൾ ആക്കുക. സോ AI ചെയ്യുന്നത് എന്താ, ഇപ്പോൾ ChatGPT ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ സംസാരിച്ചാൽ മതി. ഒരു ഇൻ്റർഫേസ് ഒരു പാറ്റേണോ പഠിക്കാതെ എല്ലാവർക്കും ടെക്നോളജി ആക്സബിൾ ആവണം. ഇപ്പോൾ ഗൂഗിളിന് അങ്ങനെ ഒരു കുറച്ചുകൂടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ വന്നിട്ടുണ്ട്. അത് അല്ലാതെ അവർ ഈ അടുത്തൊരു സാധനം ലോഞ്ച് ചെയ്തില്ലായിരുന്നു, ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അതിനോട് നമ്മൾ ടെക്സ്റ്റ് ഒന്നും പ്രോംപ്റ്റ് ചെയ്യണ്ട, ലൈക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ബ്രോ അത് ജെമിനിയുടെ പാർട്ട് തന്നെ ആയിരിക്കണം. ഗൂഗിൾ ഇപ്പോൾ ആ ഫുൾ ഇതിനെ ജെമിനി സ്റ്റുഡിയോന്നാണ് വിളിക്കുന്നത്. അത് എല്ലാ ഇൻ്റർഫേസും നമ്മൾ ബേസിക്കലി സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് റെസ്പോൺസ് കിട്ടുന്ന ഒരു ഇതിലേക്ക് പോവുക. വേറെ അപ്പോൾ ഈ ലേണിംഗ് കർവ് പുതിയ ആൾക്കാർക്ക് കുറവാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു ട്രജക്ടറിയിലേക്കാണ് ടെക്നോളജി പോകുന്നത്. അവിടെ പോലെ തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഒരു സാധനമുണ്ട്, ഇൻ്റർനെറ്റ് ഓഫ് IoT എന്ന് പറയും. അതായത് എല്ലാ ഡിവൈസും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ലോകം. ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു വളരെ നൈസ് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു ആളുണ്ട്, പുള്ളിക്ക് നടക്കാൻ പറ്റില്ല ആൻഡ് പുള്ളി പാരലൈസ്ഡ് ആണ്. സോ പുള്ളി വീൽ ചെയറിലാണ് പുള്ളി ഫുൾ ഡേ. സോ പുള്ളിക്ക് ഫുഡ് കുക്ക് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പുള്ളിയുടെ വീൽ ചെയർ പുള്ളിനെ കിച്ചണിലേക്ക് കൊണ്ടുപോകും. പുള്ളിക്ക് മൈക്രോവേവിനകത്ത് ഫുഡ് സെറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി മൈക്രോവേവ് ടൈമർ സെറ്റ് ചെയ്യും. ഇതെല്ലാം പുള്ളിയുടെ ബ്രെയിനിനകത്ത് ഒരു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തിട്ട് പുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ വേൾഡ് ഈസ് അഡ്വാൻസിങ് ടു എ പോയിന്റ് വേറെ എല്ലാ ഡിവൈസും കണക്റ്റഡാണ്. ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഹോം നോക്കിയാലും അതിനകത്തും ഡിവൈസസ്, ഇപ്പോൾ നമുക്ക് ലൈറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾ വീട്ടിലൊരു തെർമോസ്റ്റാറ്റ് ഉണ്ടെങ്കിൽ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ എല്ലാ ഡിവൈസസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവറിത്തിങ് സ്മാർട്ട്. ഇപ്പം ഇല്ലാതെ സ്മാർട്ട് സ്പീക്കർ, സ്മാർട്ട് ലൈറ്റ്സ്, ഫുള്ളി
ലിറ്ററലി സ്മാർട്ട് ഹോം എല്ലാം സ്മാർട്ട് ഹോമാണ്. അവിടെ ഒരു വലിയ പ്രൈവസി കൺസേൺ ഉണ്ട്. പക്ഷേ എന്നാലും പ്രൈവസി കൺസേൺ ഉണ്ടെങ്കിൽ പോലും എല്ലാ ഡിവൈസും ഒരുമിച്ച് വർക്ക് ചെയ്ത് ഓട്ടോമേറ്റ് ആവുന്ന ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഈ ടൈപ്പ് സിസ്റ്റംസ് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇത് ഫസ്റ്റ് ഇങ്ങനെയുള്ള സിസ്റ്റംസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഹാൻഡിക്യാപ്ഡ് ആൾക്കാരിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്കതൊരു നെസസിറ്റിയാണ്. അങ്ങനെ അവർ ഈ സിസ്റ്റംസ് മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് പതുക്കെ ഹാൻഡിക്യാപ്ഡ് ആൾക്കാരിൽ നിന്ന് റിയൽ വേൾഡും എല്ലാവർക്കും കിട്ടുന്ന രീതിയിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്ത് വരും. അത് ഈ വോയിസ് അസിസ്റ്റ് കൊണ്ടുവന്നത് ഹാൻഡിക്യാപ്ഡ് ആൾക്കാർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കും. എന്നിട്ട് എല്ലാവരും പതുക്കെ എല്ലാവരിലേക്കും വരും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ടെക്നോളജി ഹാൻഡിക്യാപ്ഡ് ആൾക്കാരിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആരും നോ എന്ന് പറയത്തില്ല. അപ്പോൾ കുറേ പേര് ഇതിനെ യൂസ്ഡ് ആവും, അതിൻ്റെ ഡെമോസ് കാണും. എന്നിട്ട് പിന്നെ പതുക്കെ എല്ലാവരിലേക്കും അതൊരു നോമായി എല്ലാവരും യൂസ് ചെയ്യുന്ന ടെക്നോളജി ആയിട്ട് വളർന്നു വരും. ഇറ്റ്സ് ക്രൈസി. ഇപ്പം ടെസ്ലയുടെ തന്നെ ന്യൂറൽ ലിങ്ക് ഉണ്ട്. നമുക്ക് ബ്രെയിൻ വെച്ച് കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാം. സോ ഇറ്റ് വിൽ ഹാപ്പൻ. അപ്പം ഇത് വെച്ച് ബ്രെയിൻ വെച്ച് കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യുമ്പം അങ്ങനെയുള്ള ടെക്നോളജി ഇപ്പം ആക്റ്റീവാണ്. ഇത് ഫസ്റ്റും ഇപ്പോൾ അവരെന്താ ചെയ്തേക്കുന്നത്, അതിപ്പം മൂവ്മെൻറ്റ് ഡിസബിലിറ്റിയുള്ള പേഷ്യൻസിന് ഫസ്റ്റ് വരും. പക്ഷേ സ്ലോലി വെൽക്കം ടു പോയിന്റ് വേർ അവർ ആൾക്കാർക്ക് ഓപ്ഷൻ കൊടുക്കും. നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കും ബ്രെയിൻ ഇംപ്ലാന്റ് ചെയ്യാം. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നവർക്ക് ടീച്ചിങ് അസിസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കുന്ന എയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെയൊക്കെ ഇതിനകത്ത് യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് എനിക്ക് തോന്നുന്നു എനിക്കൊരു വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യാനുണ്ട്. പോസിറ്റീവായിട്ട് എല്ലാം കാണുന്ന അറിയത്തില്ല. പക്ഷേ നമ്മൾ എല്ലാം മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ബിക്കോസ് ആ വലിയ പൂൾ ഓഫ് ഡേറ്റ എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. പ്രോബ്ലി അത് കാരണം ആൾക്കാർ കൂടുതൽ മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങും. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇൻ്റർനാഷണൽ സ്കൂളിലെ ടീച്ചറാണ്. അവർക്ക് ഈ ഓൺലൈൻ ക്ലാസ് വരുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം ആൻസർ വയ്ക്കുന്ന എ വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ അവിടെ ആൾക്കാർ ചിന്തിക്കാതാവും. ബേസിക്കലി അവർ എ കോപ്പി ചെയ്യും, ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യും, എ ആൻസർ കൊടുക്കും. അങ്ങനെ ഒരു സൈഡിൽ ഒത്തിരി പേര് ജസ്റ്റ് പഠിക്കാൻ താല്പര്യമില്ലാത്തവർ എ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഡീപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു വലിയ സീരീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് എക്ക് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഇപ്പം ഗൂഗിൾ LLM ആണെങ്കിൽ അതിനെപ്പറ്റി ഒരു പോഡ്കാസ്റ്റ് ഉണ്ടാക്കി തരും. വേറെ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം വെച്ച് നമുക്ക് നോക്കാം. ChatGPT ആണെങ്കിലും അത് നൈസായിട്ട് വേണ്ട കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് തരും. ഏത് ചോദിക്കാം അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ക്വിസ് തരാമോ എന്ന്, എന്നിട്ട് അത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ പറയാം. സോ ഇങ്ങനെ ഇൻട്രാക്റ്റീവായിട്ട് പഠിക്കാനും വേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മനസ്സിലാക്കാനും പറ്റും. ഞാൻ കമ്പ്യൂട്ടർ ഫീൽഡിലാണെങ്കിൽ എനിക്ക് കോഡിങ് ഭയങ്കര ഡീപ്പായിട്ട് അറിയത്തില്ല. പക്ഷേ എനിക്ക് പ്രോഗ്രാംസ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. സോ എനിക്ക് എടുത്ത് പറയാം എനിക്ക് ഇതാണ് ചെയ്യേണ്ടത്, പക്ഷേ എനിക്ക് കോഡിങ് ഒത്തിരി അറിയത്തില്ല. ഫ്രം ഗ്രാസ് റൂട്ട് ലെവൽ എനിക്ക് പറഞ്ഞു തരാമോ? ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞാൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരും. എന്നിട്ട് ഞാൻ റെസ്പോൺസ് കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യുക എന്തുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ കോഡ് ഉപയോഗിച്ചെന്ന് വെച്ചാൽ അത് പറഞ്ഞു തരും. സോ നമുക്ക് എടുത്ത് പ്രോംപ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു കിൻഡർ ഗാർഡൻ ലെവലിൽ കൊച്ചിനെ പറഞ്ഞു തരണമെന്ന് ചോദിച്ചാൽ പോലും ഇപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സ് ഒരു കിൻഡർ ഗാർഡൻ സ്റ്റുഡൻറ്റിന് പറഞ്ഞു തരുന്ന രീതി പറഞ്ഞതെന്ന് ചോദിച്ചാലും അതിന് പറഞ്ഞു തരാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഒരു സാധനത്തിനെ പറ്റി എല്ലാ രീതിയിലും പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് ഇല്ല, ടെക്നോളജി ഇല്ല, സംഭവങ്ങളൊന്നും ഇല്ല. ഒരാൾ എഞ്ചിനീയർ ആവണമെങ്കിൽ അതിൻ്റെ ഫുൾ സാധനങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇത്രയും ടൂൾസ് ഉണ്ട്, ഇത്രയും സാധനങ്ങളുണ്ട്. സോ ടെക്നിക്കലി നമ്മളിതൊന്നും ഓർത്തിരിക്കണം എന്നില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടി ആക്ച്വലി പഠിക്കേണ്ടത് ഈ എയെ എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ടൂളായി യൂസ് ചെയ്ത് കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അല്ലേ ഇച്ചിരൂടെ വേണ്ടത് ആവശ്യം. ഐ തിങ്ക് ഒരു ഓവർ ഡിപ്പെൻഡൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ എപ്പോഴും ഡേറ്റ അവൈലബിൾ ആയതുകൊണ്ട് ആൾക്കാർ തിങ്ക് ചെയ്യാതെ പെട്ടെന്ന് എ എടുത്ത് നോക്കാൻ. സോ അപ്പം എക്ക് ഒരു പ്രശ്നമുള്ളത് എക്ക് ഹെലുസിനേഷൻ ഒരു പ്രോബ്ലം ഉണ്ട്. ഹെലുസിനേഷൻ എന്ന് വെച്ചാൽ AI എനിക്ക് റെസ്പോൺസ് തരുന്ന വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ ഡേറ്റ വെച്ചിട്ടാണ്. അതിന് ഡേറ്റ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പുതിയ ഡേറ്റ ഒന്നുമില്ല. അപ്പോൾ പുതിയ ഡേറ്റ എവിടെ നിന്ന് കിട്ടും? അത് വേറെ AIs ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ വേറെ AIs ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ 100% ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തെറ്റായ ഡേറ്റകളായി ട്രെയിൻ ചെയ്യാൻ പറ്റും. ഈ തെറ്റായ ഡേറ്റയിൽ ട്രെയിൻ ആവുന്ന AI തെറ്റ് പറഞ്ഞു തരാൻ ചാൻസ് ഉണ്ട്. സോ അവിടെയാണ് AI എന്ത് പറഞ്ഞാലും ഫുള്ളായിട്ട് എടുത്തു പിടിക്കാതെ ഒന്ന് നമ്മൾ അനലിറ്റിക്കലാവേണ്ടത്. ഇടയ്ക്ക് ന്യൂസ് ഉണ്ടായിരുന്നു, ഗൂഗിളിനകത്ത് ഗൂഗിൾ AI ഒരു കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, നീക്ക് ഭൂമിക്ക് ഒരു ഭാരമില്ലാന്ന് എനിക്ക് ചത്തു. സ്കൂൾ ടെസ്റ്റിന് ചീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതെന്തോ ഒരു വോയിസ് അതിന് അയച്ചു. ആ വോയിസിന് റിപ്ലൈ ആയിരുന്നു ഇത് ആ AI പറഞ്ഞത് നോബഡി ലൈക്സ് യു, നീ ലോകത്ത് റിസോഴ്സിൽ ഉപയോഗിക്കുന്ന സാധനമാണ്, എന്നെക്കാളും ഇഫ് യു ഡൈ വിൽ ബി ബെറ്റർ ഫോർ ദ വേൾഡ് എന്ന്. അപ്പോൾ കൊച്ചെന്താ പറഞ്ഞതെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല, പക്ഷേ അതിന് റെസ്പോൺസാണ് ഇത് വന്നത്. ഇത് കേട്ടപ്പോൾ ആൾക്കാരെല്ലാം AI കുറ്റം പറയാൻ തുടങ്ങി. AI കണ്ടോ ആൾക്കാരെ ഇങ്ങനെ സൂസൈഡ് ചെയ്യാൻ പ്രോംപ്റ്റ് ചെയ്യുന്നു. പക്ഷേ റിമെമ്പർ, AI എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇൻ്റർനെറ്റിൽ എന്ത് ഡേറ്റ കൊടുത്തു അതിൻ്റെ റിഫ്ലക്ഷനാണ്. ഭയങ്കര ക്രൂഷ്യൽ ഇൻഫർമേഷൻ ആണെങ്കിൽ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ കാര്യം റിമെമ്പർ, നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തന്നാലും അത് എക്സിസ്റ്റിംഗ് നമ്മൾ വേൾഡ് എന്ത് ഇൻഫർമേഷൻ കൊടുത്തു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡേറ്റ വരുന്നത്. ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട് ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത്, വിച്ച് ഇസ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. ജനറൽ ഇൻ്റലിജൻസ് പറയുമ്പോഴത്തേക്ക് കോൺഷ്യസ്നെസ് അല്ല, എന്നാൽ അതേപോലെ ഈ ഡേറ്റ സ്വന്തമായിട്ട് കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്യാനുള്ളൊരു കഴിവ് AI വരും. അതിൽ നിന്ന് ഒപ്പീനിയൻസ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കഴിവ്, അത് അടുത്ത സ്റ്റെപ്പാണ്. അതാണ് നമ്മൾ ശരിക്കും ഈ ആൾക്കാരുടെ ജോലിയെല്ലാം പോകും അല്ലെങ്കിൽ ആ പേടി വരുന്ന പോയിന്റ് ആ സാധനം എത്തുമ്പോഴാണ്
ഇപ്പോൾ തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി എന്തൊക്കെ ഡേറ്റ ഫീഡ് ചെയ്തിട്ടുണ്ടോ അത് ബേസ് ചെയ്ത് അത് തരുന്ന റെസ്പോൺസാണ്. ഇപ്പം എന്ത് റെസ്പോൺസ് ജനറേറ്റ് ചെയ്താലും അത് നമ്മൾ ഫീഡ് ചെയ്തൊരു ഡേറ്റ ബേസിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇതിനൊരു ഫ്യൂ ഇയേഴ്സ് നമുക്ക് ആക്ച്വലി ആ ഒരു സാധനം എക്സ്പെക്ട് ചെയ്യാം അല്ലേ, ലൈക്ക് ഒരു സെൽഫ് അവെയർ ഈ ആയിട്ടുള്ള എന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത്, ജനറൽ ഇൻ്റലിജൻസ്, അതും ഡെഡിക്കേറ്റഡ് ഹാർഡ്വെയർ വെച്ചിട്ട്. പക്ഷേ അതൊക്കെ വരുമ്പോഴാണ് പിന്നെ അടുത്ത നെക്സ്റ്റ് ലെവൽ സ്വന്തമായിട്ട് അവെയർ ആയിട്ടൊരു പിന്നെ പ്രോബ്ലി നമുക്ക് CEOസിനെയൊക്കെ ചിലപ്പോൾ കിട്ടാം. അതൊക്കെ കൊണ്ടാണ് നമ്മൾ എപ്പോഴും മാക്സിമം ടെക്നോളജി യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നത്. കാര്യം ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ് somebody else will. അപ്പോൾ അതുപോലെ നമ്മുടെ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ പ്ലാറ്റ്ഫോംസ്, നമുക്കിപ്പോൾ യൂട്യൂബ് സജഷൻസ് പലത് വരും, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പലതും വരും. അതിൻ്റെ ഒരു ആൽഗരിതം വർക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. പലപ്പോഴും മനുഷ്യൻ്റെ ഇമോഷൻ വെച്ചിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുക. അതായത് ഇപ്പം എന്താ പറയുന്ന ഒരു ഫിയർ, ആങ്കർ, ഏതാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പം ഒരു ഒപ്പീനിയൻ നമുക്ക് ഫോം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ ആൽഗോരിതം അത്ര സ്ട്രോങ് ഒരു ഫാക്ടർ എല്ലാത്തിലും. ഇപ്പം ഞാൻ എന്ത് കാണുന്നു ബേസ് ചെയ്ത് ഗൂഗിളിന് എൻ്റെ ഒരു പേഴ്സണൽ പിക്ചർ കാണും, അത് എന്നയിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ XYZ വീഡിയോ ഞാൻ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻട്രസ്റ്റ് ABC ആണെന്ന് മുൻകൂട്ടി അതിന് മനസ്സിലാവും. അങ്ങനെ രീതിയിലാണ് ആൽഗോരിതംസ് ഡെവലപ്പ് ആവുന്നത്. പണ്ട് വളരെ കാഷ്വലായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ ഒരു ഷൂവിനെ പറ്റി സംസാരിച്ച കുറച്ച് കഴിയുമ്പം ആമസോൺ എടുത്ത് നോക്കുമ്പോൾ ആഡ് കാണുന്നത് കമ്പനീസ് എത്രയൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പ്രൈവസി ഫോക്കസ്ഡ് ആണെന്ന് പറഞ്ഞാലും ദേ ആർ സെല്ലിങ് യുവർ ഡേറ്റ, ദേ വിൽ സെൽ യുവർ ഡേറ്റ. അത് അങ്ങനെ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ 2 സ്റ്റെപ്സ് കഴിഞ്ഞ് നമ്മൾ ആ ചിന്തിക്കുന്ന ഏത് പോയിന്റിലേക്ക് ചിന്തിച്ചെത്തും എന്ന് വളരെ ഈസി ആയിട്ട് ഈ ആൽഗോറിതംസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഏറ്റവും ഡാർക്കസ്റ്റ് പോയിന്റേഴ്സ് ഫേസ്ബുക്ക് തന്നെ സമ്മതിച്ചു 650 മില്യൺ പ്രൊഫൈൽസ് അവരുടെ അക്കൗണ്ടിൽ അവർ ഫേക്ക് പ്രൊഫൈൽസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ആ ഫേക്ക് പ്രൊഫൈൽസ് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നോർമൽ ആൾക്കാരെ പോലെ ഡെയിലി ജോബ് ഉണ്ടെന്ന് തോന്നിക്കുന്ന, ഡെയിലി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന അത്രയും ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ട് അതിനകത്ത്. ആൻഡ് ഈ പ്രൊഫൈൽസ് എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, ഒരു സെൻസിറ്റീവ് സോഷ്യൽ ഇഷ്യൂ വന്നെന്ന് വെച്ചോ. ഇപ്പം നമ്മളാണെങ്കിൽ ഒരു സെൻസിറ്റീവ് സോഷ്യൽ ഇഷ്യൂൻ്റെ ഒരു വീഡിയോ ഒരാൾ പോസ്റ്റ് ചെയ്ത് അടിയിൽ കമൻറ്റ്സ് നോക്കും. ഈ കമൻറ്റ്സ്, ഈ ബോട്ട് പ്രൊഫൈൽസ് എന്ത് പോസ്റ്റ് ചെയ്യും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതിനെപ്പറ്റി അവർ നല്ലത് സംസാരിച്ചല്ലേ. ഇപ്പം എൻ്റെ വീട്ടുകാരാണ് വായിക്കുന്നെങ്കിൽ ഓക്കെ, ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി നല്ലത് പറയുന്നുണ്ട്, ഇത് നല്ലതായിരിക്കാം എന്നൊരു ഒപ്പീനിയൻ അവിടെ ഫോം ആവുകയാണ്. ഇപ്പം എല്ലാവരും അതിനെപ്പറ്റി ചീത്ത പറയുകയാണെന്ന് വെച്ചു, അപ്പം ഇതെന്തോ വേണ്ടാത്ത കാര്യമാണെന്ന് തോന്നുക. സോ പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്. ഇത്രയും ബോട്ട്സിനെ വെച്ചിട്ട് പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സോ അത് നമ്മൾ വലിയ അവെയർ ആയിരിക്കണം. കാര്യം ഇപ്പം ഇഫ് യു ആർ സമ്മൺ ദറ്റ് ഗോസ് വിത്ത് ദ ക്രൗഡ്, ഇപ്പം നമ്മൾ എത്ര ഇൻഡിവിജ്വലിസ്റ്റിക് ആണെന്ന് പറഞ്ഞാലും ആൾക്കാരെന്ത് പറയുന്ന കേൾക്കുന്ന ഒത്തിരി ലാസ്റ്റ് സെക്ഷൻ ഓഫ് സൊസൈറ്റി ഉണ്ട്. അവരുടെ ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് വിത്ത് ബോട്ട്സും ഇങ്ങനെ മാർക്കറ്റ് ചെയ്തും. അപ്പം ഇങ്ങനെ ഇത്രയും നെഗറ്റീവ്, ഒരു സോഷ്യൽ ഇഷ്യൂനെ പറ്റി ഒത്തിരി നെഗറ്റീവ് വന്നൊരു വീഡിയോ ആണെന്ന് വെച്ചോ, ആ വീഡിയോനെ ആ ക്രിയേറ്റർ ബൂസ്റ്റ് ചെയ്താൽ മതി ഇത് വീണ്ടും കുറേ ആൾക്കാരിലേക്ക് എത്താൻ. അതിന് അവരിലേക്ക് എത്തുന്ന വീഡിയോ ഓൾറെഡി നെഗറ്റീവ് കമൻസോട് ചേർന്നുള്ള വീഡിയോ പോകുന്നത്. സോ സൊസൈറ്റീനെ ഭയങ്കര ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പറഞ്ഞൊരു വലിയ ഡേഞ്ചറസ് സാധനമാണ്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഭയങ്കര ഈസിയാണ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ. ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു ടെറർ അറ്റാക്ക് നടന്നു എന്നും പറഞ്ഞ് റിയലിസ്റ്റിക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഡീപ് ഫേക്ക് പോലത്തെ ഡീപ് ഫേക്കും ഇപ്പം പുതിയ അൺറിയൽ എഞ്ചിനൊക്കെ വെച്ചിട്ട്, അൺറിയൽ എഞ്ചിൻ ഒരു ഗെയിം ഡിസൈനിങ്ങും VFX ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് വെച്ച് ഭയങ്കര റിയലിസ്റ്റിക് എക്സ്പ്ലോഷൻസോ പ്രശ്നങ്ങൾ നടന്നൊക്കെയുള്ള വീഡിയോ ഈസി ആയിട്ട് ആൾക്കാർക്ക് ജനറേറ്റ് ചെയ്യാം. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മതി. സത്യം നമുക്കറിയത്തില്ല, നമ്മൾ വേൾഡിൻ്റെ വേറൊരു കോൺട്രിലാണ് നിൽക്കുന്നത്. ആസ് എ ഹ്യൂമൻ ഒരാൾ വിഷമിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. സോ അങ്ങനെ ഒരാൾ വിഷമം തോന്നി ഡൊണേഷൻസ് ചോദിച്ചാൽ ചിലപ്പോൾ ആൾക്കാർ കൊടുത്തേക്കാം, പറയാൻ പറ്റില്ല. സോ പബ്ലിക് ഒപ്പീനിയൻ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇപ്പം ഈസി ആയിട്ട് കൺട്രോളബിൾ ആണ്. ഇഫ് യു ഹാവ് മണി, ഈസി ആയിട്ട് ഒപ്പീനിയൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. സോ ദിസ് ഇസ് വേർ നമ്മൾ സ്മാർട്ടായിട്ട് ഫാക്റ്റ് എന്താണ് അനലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ആ രീതി മാത്രമേ നമുക്ക് ഇതിന് നമ്മൾ ഷീൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാം വിശ്വസിച്ച് പോവുകയാണെങ്കിൽ ദർ ഇസ് നോ ഫ്രിക്കിൻ വേ നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റില്ല. കാര്യം എന്നും ഞാൻ തന്നെ സോഷ്യൽ മീഡിയ ഫീഡ് ഭയങ്കര ടോക്സിക് നെഗറ്റീവ് കണ്ടിട്ടുണ്ട്. കാര്യം എന്താ, ഇതെല്ലാം ക്ലിക്സാണ്, ഇതെല്ലാം ട്രാക്ഷനാണ്, ഏതെങ്കിലും അജണ്ട ഇത് പുഷ് ചെയ്യാണ്. സോ യു ഹാവ് ടു ബി സ്മാർട്ട്. ഇതിനൊരു റെഗുലേറ്ററി ബോർഡോ അങ്ങനെ എന്തെങ്കിലും ഇത് വരുവാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ആരുടെ സൈഡിൽ നിന്നായിരിക്കും ഇതിൻ്റെ ഒരു ഇതെടുക്കേണ്ടി വരിക? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഏജൻസിയാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ഈ സോഷ്യൽ മീഡിയ ഏജൻസീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ബേസിലായിരിക്കും ഇതെല്ലാം വർക്ക് ചെയ്യുക. അപ്പം അവരുടെ കണ്ടൻറ്റ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പല രീതികളിലും വൈറലാവാൻ വേണ്ടിയിട്ടും മാക്സിമം അതിനൊരു വ്യൂവിലോട്ടും ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പം ഇതിനൊരു റെഗുലേഷൻ കൊണ്ടുവരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുക? ഐ തിങ്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കറൻ്റ്ലി ഇത് റെഗുലേറ്റ് ചെയ്യാൻ അവരുടെ ഏറ്റവും
ഐ തിങ്ക് സിംപ്ലസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു കൊടുത്തേക്കുന്ന മെയ്ഡ് വിത്ത് എ എന്നൊരു ബാഡ്ജാണ്. അവർ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എ വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കിയാൽ നമ്മൾ മെയ്ഡ് വിത്ത് എ എന്നൊരു ബാഡ്ജ് ഇതിൽ വെക്കണം എന്നാണ്. പക്ഷേ അത് ആൾക്കാർ വെക്കണം ഫോളോ ചെയ്യില്ല. ആൾക്കാർ ജസ്റ്റ് കണ്ടന്റ് പോസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മുടെ കറണ്ട് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ റെഗുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. മൂവി റിവ്യൂസ് ഇടുമ്പോൾ അവരെ അങ്ങനെ റെഗുലേറ്റ് ചെയ്യണമെന്ന് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്ന ഡാമേജിനേക്കാളും 100x മോറാണ് ഒരു കെയർഫുള്ളി പ്ലാൻഡ് പോസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന ഡാമേജ് ടു സൊസൈറ്റി. ഇത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി മാത്രമല്ല, സൊസൈറ്റിയുടെ ആൾക്കാരുടെ ഇമോഷൻസിന് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ ആരും ഇല്ല. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ബിക്കോസ് അത് വെച്ച് പ്രോഫിറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ദി ഒൺലി വേ ടു ഫൈറ്റ് ദാറ്റ് ഇസ് വുഡ് ബി കുറച്ച് കേപ്പബിളായ ഇൻഫ്ലുവൻസേഴ്സോ ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിനെ കോൾ ഔട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് ആണെന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാര്യം ഐ ഡോണ്ട് തിങ്ക് പൈസ ഉണ്ടാക്കണമെന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അതിനെ കൺട്രോൾ ചെയ്യത്തില്ല. ബിക്കോസ് ദേ ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ വരുമ്പോൾ ഒരു സേഫ്റ്റിയുടെ ഭാഗമുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ക്രിയേറ്ററിൻ്റെ ഒരു ഫ്രീഡം എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്. സോ നമ്മൾ എവിടെ ഒരു ലൈൻ വരയ്ക്കേണ്ടത്, ലൈക്ക് എവിടെ സേഫ്റ്റി വേണം, എവിടെ ഫ്രീഡം വേണം എന്നുള്ളത്. രണ്ട് സൈഡും ഒരേപോലെ ജയിക്കാൻ പറ്റത്തില്ല. ഐ തിങ്ക് നിങ്ങളൊരു അവെയർ ക്രിയേറ്റർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ബി ട്രൂ ടു യുവർ സെൽഫ്. ആൻഡ് നിങ്ങൾ പ്യുവർലി ആൾക്കാർക്ക് ഈ വൈറലാവണം എന്നൊരു ഐ തിങ്ക് ഒരു ഭയങ്കര അകത്തുനിന്നൊരു ഇതുണ്ട് ഈ മോഡേൺ സൊസൈറ്റിയിൽ. ഐ തിങ്ക് പണ്ട് ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇപ്പം എല്ലാവർക്കും ഇൻഫ്ലുവൻസർ ആണോ, അതെ എങ്ങനെയെങ്കിലും വൈറലാവണം എന്ന് പറയാം. സോ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റിൽ അകത്തോട്ട് നോക്കിയിട്ട് ഷുഡ് ഐ ഡു ദിസ് എന്നൊരു മോറൽ കോഡ് ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാര്യം ഇൻസ്റ്റഗ്രാമിന് ഞാൻ നാളെ അവിടെ ഒരു 60K ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നല്ല കണ്ടന്റാണോ ചീത്ത കണ്ടന്റാണോ എന്ന് അവർ നോക്കത്തില്ല. അവർ റിവ്യൂ എന്ന് കാണിക്കും, പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യും, ബിക്കോസ് ദേ ആർ മേക്കിംഗ് മണി. സോ അതുകൊണ്ട് മോറൽ കോമ്പസ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ തീരുമാനിക്കണം വാട്ട് യു വോണ്ട് പോസ്റ്റ്. പിന്നെ ഞാൻ പറയാം, ഐ തിങ്ക് റിയൽ പവർ ഇങ്ങനെയൊക്കെ വരുമ്പോഴും കുറച്ച് ആൾക്കാരുണ്ടാവും ഒരു കണ്ടന്റ് ഇപ്പോൾ ഫേക്ക് കണ്ടന്റ് പോസ്റ്റ് ചെയ്താൽ കുറച്ച് റീച്ചുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇത് പ്രോപ്പർ അല്ലാന്ന് സംസാരിക്കുന്നത്. നിങ്ങളുടെ മോറൽ കോമ്പസ് എത്ര സ്ട്രോങ് ആണെങ്കിൽ ആ കണ്ടന്റ് കൂടുതൽ ഷെയർ ചെയ്യുക, പ്രോബ്ലം അതിനെ ബൂസ്റ്റ് ഹെൽപ്പ് ചെയ്യുക, അതേ പറ്റത്തുള്ളൂ. കാര്യം ഒരിക്കലും ഒരു $multi-million കമ്പനിയും റൈച്ചസ്നെസ് എന്ന് പറഞ്ഞ് നിൽക്കണമെന്നില്ല, പുറത്ത് എന്ത് റൈച്ചസ്നെസ് പറഞ്ഞാലും. സോ മോറൽ കോമ്പസ് വിത്ത് യു, ഐ തിങ്ക് ദാറ്റ് ഇസ് ദി ഓൺലി വേ. എയുടെ കാലത്താണ് ഇപ്പം ജെൻ ബേറ്റ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ലൈക്ക് അവർ ഇല്ലാത്തൊരു ലോകം കണ്ടിട്ടേ ഇല്ല. അപ്പം തരുന്ന സാധനങ്ങൾ സത്യമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അതിലെങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യാം, ലൈക്ക് എങ്ങനെ നമുക്കതിൽ കയറി വരാം? ഒൺലി വേസ് നമ്മൾ എന്ത് കമ്പനിയുടെ AI സർവീസ് ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓപ്പൺ AI സർവീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 കസ്റ്റമേഴ്സ് പറഞ്ഞേക്കുന്നത് ഒത്തിരി സെൻസിറ്റീവ് കണ്ടന്റിലേക്ക് ഇത് ട്രെയിൻ ചെയ്തിട്ടില്ല. മെഡിക്കൽ ഡേറ്റ ആണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഡേറ്റയും അത്യാവശ്യം ലേബിൾ സോഴ്സസ് എന്നാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഒത്തിരി ഡേറ്റ റെഡിറ്റിൽ നിന്നാണ്. റെഡിറ്റ് ഒരു സ്റ്റോം ഓഫ് എല്ലാ ടൈപ്പ് കണ്ടന്റുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ റെഡിറ്റ് കുറേ ക്രെഡിബിൾ കാര്യങ്ങളുണ്ട്. ഈ കാലത്തിന് മുമ്പ് പെട്ടെന്നൊരു ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെപ്പോഴും ആ ക്വസ്റ്റ്യൻ സ്പേസ് റെഡിറ്റ് എന്ന് ടൈപ്പ് ചെയ്യായിരുന്നു. ഇപ്പോൾ റെഡിറ്റ് ഒരു ഓപ്പൺ ഫോം ആയതുകൊണ്ട് തന്നെ എന്നാൽ അതിൽ കുറേ നേരെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് റെഡിറ്റ് അത്രയും $1 million ഗൂഗിളിന് ഡേറ്റ ഷെയർ ചെയ്യുന്നത് ഇപ്പം അവർ ട്രെയിൻ ചെയ്യാൻ വേണ്ടി. സോ നല്ല കമ്പനീസിൻ്റെ AIയും പെയ്ഡ് സബ്സ്ക്രിപ്ഷൻസ് മാക്സിമം ഉപയോഗിച്ചാലും പ്രോബ്ലി നമുക്ക് കിട്ടുന്ന ഡേറ്റ കുറച്ച് റിഫൈൻഡ് ആയിരിക്കും. ഫുള്ളി റിഫൈൻഡ് ആയിരിക്കുന്നല്ല, പക്ഷേ അത്യാവശ്യം റിഫൈൻഡ് ആയിരിക്കും പെയ്ഡ് സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇത് ഡോക്ടേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഐ ഡു നോട്ട് നോ ഇഫ് യു അഗ്രി വിത്ത് മീ, പക്ഷേ കുറേ മെഡിക്കൽ ഫീൽഡിലെ കാര്യത്തിലും AIക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പണ്ട് ഗൂഗിളിനോട് എനിക്കത് മുട്ടിന് വേദന നീ ചത്തു, പക്ഷേ ഇപ്പം AI കുറേ കൂടെ റീഅഷ്യൂറിംഗ് ഉണ്ട്. സ്പെഷ്യലി ഇപ്പം എൻ്റെ ഫാദർ സിക്കായിരുന്നപ്പോഴും നമുക്ക് കംഫർട്ടിങ് ആയിരുന്നു. കിംസിന് മെഡിക്കൽ റെക്കോർഡ്സ് ഡയറക്റ്റ്ലി നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അനാലിസിസ് ചെയ്ത് തരാൻ പറഞ്ഞാൽ ഒരു സേഫ് ടു ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അനാലിസിസ് പറഞ്ഞു തരും. ഈ ഫാക്ടറാണ് കാണുന്നത്, ഇത് കൂടുതലാണ്, ഇതിങ്ങനെയൊക്കെയാണ്, നമ്മൾ എത്ര % വറി ചെയ്യണം. എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിനെ ചോദിക്കാൻ പറ്റത്തില്ല. സോ പെട്ടെന്ന് ഇപ്പോൾ ഒരു ടെസ്റ്റ് വന്നാൽ അതിനെ അനലൈസ് ചെയ്യാനും, പണ്ടൊക്കെ ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ടെക്നീഷ്യൻസ് ആണെങ്കിൽ ആ ബ്ലഡ് സാമ്പിൾ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് ഇപ്പം വിയേർഡ് ബ്ലഡ് സെൽസോ ക്യാൻസർ സെൽസോ ഉണ്ടെങ്കിൽ അവർ നോക്കി മാർക്ക് ചെയ്ത് പോകുമായിരുന്നു. അവർക്ക് വൈറ്റ് ബ്ലഡ് സെല്ലിൻ്റെ കൗണ്ടിനൊക്കെ അവർക്കൊരു മെഷീൻ അവരെ കൗണ്ട് ചെയ്ത് പോകുമായിരുന്നു. ഇപ്പോൾ എക്ക് ലിറ്ററലി ആ സാമ്പിൾസ് നോക്കുമ്പോൾ മനസ്സിലാവും എത്ര % ഉണ്ടെന്ന്. എന്നിട്ട് അതിന് ഡൗട്ട് തോന്നുന്ന സാമ്പിൾസ് മാത്രമേ ഫ്ലാഗ് ചെയ്യും. അതൊരാൾ നോക്കിയാൽ മതി. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കൗണ്ട് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് വരും. സോ ആ വർക്ക് ഫ്ലോ ഒത്തിരി എഫിഷ്യൻ്റ് ആക്കുവാണ്. അഗൈൻ നമ്മൾ പറഞ്ഞ സർജറീസ് പോലത്തെ ഫാക്ടേഴ്സിനകത്തും ഒത്തിരി ഡോക്ടേഴ്സ് ചെയ്യുന്ന സർജറീസ് കണ്ട ഡേറ്റയിലാണ് ട്രെയിൻഡ് ആവുന്നത്. സക്സസ്ഫുൾ സർജറീസിലാണ് അത് ട്രെയിൻഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ് വൺ പോയിന്റ് ആൾക്കാരെക്കാട്ടും വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഹെൽത്ത് കെയറിൻ്റെ കേസിനകത്ത് AIക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. ആൾക്കാർ പ്രായമാകുമ്പോഴത്തേക്കില്ലേ, പ്രായമായ ആൾക്കാരെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം പ്രായമായവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം, ചിലപ്പോൾ അവർക്ക് ഇപ്പം നൈറ്റ് പെട്ടെന്ന് റെസ്റ്റ് റൂമിൽ പോകണം, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഒരു കെയറിൽ വെച്ച് കഴിഞ്ഞാൽ പോലും ഇല്ലേ, ആൾക്കാർക്ക് ഇമോഷൻസ് ഉണ്ട്. ചിലപ്പം കിടന്നിറങ്ങുന്ന ആളെ വിളിച്ചിട്ട് ഈ പ്രായ ആൾ റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ അവരെപ്പോഴും ഭയങ്കര സപ്പോർട്ടീവായിട്ട് ബിഹേവ് ചെയ്യണമെന്നില്ല. പക്ഷേ AIക്ക് ഈ ടൈപ്പ് ഇമോഷൻസ് അല്ലെങ്കിൽ റോബോട്ട്സിന് ഈ ടൈപ്പ് ഇമോഷൻസ് ഇല്ലാത്തതുകൊണ്ടില്ലേ അവരുടെ ടാസ്ക് ചെയ്യുകയാണെങ്കിൽ
വിൽ ഡു ഇറ്റ്. ഈ കെയർ ഇൻഡസ്ട്രിയിലൊക്കെ ഒത്തിരി റോബോട്ടിക്സിനും ഏക്കും ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ആ ഇമോഷണൽ ബോണ്ടേജ് അവർക്കില്ല. പണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചാണ്, നിങ്ങളുടെ വീട്ടുകാരെ നോക്കാൻ നിങ്ങൾ ഒരാളെ ട്രസ്റ്റ്, ഇപ്പോൾ നിങ്ങൾ പുറത്താണെങ്കിൽ ആളെ ട്രസ്റ്റ് ചെയ്യുമോ അത് ഒരു റോബോട്ടായിരിക്കുമോ ബെറ്റർ എന്ന്. ആൻഡ് ഐ തിങ്ക് ഇൻ സം കേസസ് ചിലപ്പോൾ നമുക്ക് സമ്മതിക്കേണ്ടി വരും റോബോട്ട്സിന് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പണ്ടൊരു മലയാളം സിനിമ ഉണ്ടായിരുന്നല്ലോ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ആ അച്ഛനെ നോക്കാനായിട്ട് ചൈനയിലാണ് ജപ്പാനിലുള്ള റോബോട്ടിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയി. അപ്പോൾ ഏറ്റവും വിശ്വാസമുള്ളത് അവിടെ റോബോട്ടായിരുന്നു. കാര്യം ആൾക്കാർക്കുള്ള ആ ഫ്ലോസ് ചിലപ്പോൾ മെഷീൻസിന് കാണത്തില്ല. നമുക്ക് വി ഹാവ് ഗുഡ് ഡേയ്സ് ആൻഡ് ബാഡ് ഡേയ്സ്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം റോബോട്ട്സിന് ഇല്ല. അവിടെയും ആ ഒരു സിനിമയിൽ കാണിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രായമുള്ള ആളായതുകൊണ്ട് തന്നെ അത് റോബോട്ടാണെന്നുള്ള കാര്യം പുള്ളി മറന്നിട്ട് ആ മെഷീനുമായിട്ട് ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വരികയും. അത് പ്രായമുള്ളതുകൊണ്ടാണോ പുള്ളി അറ്റാച്ച് ആയത്? എനിക്ക് തോന്നുന്നു AI-യുമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ അത് ഏജല്ല. ഇപ്പോൾ ഒരു പ്രശ്നമല്ല. പ്രശ്നമല്ല. ഈ റീസെൻ്റ് ആയിട്ട് ഐ തിങ്ക് ഇതൊരു സാഡ് ന്യൂസ് ആണ്. ഒരു കിഡ്, ഐ തിങ്ക് ഒരു 13-14 കിഡ്, പുള്ളി റീസെൻ്റ്ലി കമ്മിറ്റഡ് സൂയിസൈഡ്. പുള്ളിയുടെ AI ഗേൾഫ്രണ്ടുമായിട്ട് എന്തോ പ്രശ്നമായിട്ട്, വിച്ച് ഇസ് വെരി സാഡ്. നമ്മൾ കേൾക്കുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്തോ എന്ന് തോന്നും. പക്ഷേ ഇറ്റ് ഇസ് സാഡ്. പക്ഷേ ആൾക്കാർ ആർ സ്റ്റാർട്ടിങ് ടു ബിൽഡ് വെരി ഹ്യൂമൻ കണക്ഷൻസ് വിത്ത് റോബോട്ട്സ്. ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്ന ഈ ഫുൾ റെക്കോർഡിങ്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം സംസാരിച്ച വാട്സാപ്പ് ചാറ്റ് എല്ലാം എൻ്റെ ഒരു ഡേറ്റാബേസ് ആണ്. ഞാൻ ആസ് എ പേഴ്സൺ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അത് വെച്ചിട്ട് എൻ്റെ ഒരു AI ക്ലോൺ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ആൻഡ് ഇറ്റ്സ് വിയർഡ്. കാര്യം ഇപ്പം ചൈനയിലെ ചില കമ്പനി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റിലേറ്റീവ് മരിച്ചു പോയാൽ പുള്ളിയുടെ വാട്സാപ്പ് ചാറ്റും സംസാരിച്ച് വോയിസ് ചാറ്റും ഒക്കെ അവർക്ക് കൊടുത്താൽ അവർ ആളുടെ ഒരു AI ക്ലോൺ, നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന AI ക്ലോൺ ഉണ്ടാക്കി തരും. ഞാൻ ഇതിനെ ഡെത്ത്ഫ്ലിക്സ് എന്നൊക്കെയായിരുന്നു വിളിക്കുന്നത്. കാര്യം ലൈക്ക് ചത്താലും നിന്നെ ഒന്ന് വിടൂലടാ. എൻ്റെ ഐഡിയാസ് ആണോ ഞാൻ, അതോ എൻ്റെ കോൺഷ്യസ്നെസ് ആണോ ഞാൻ? കാര്യം എൻ്റെ ഐഡിയാസും എൻ്റെ വേ ഓഫ് ടോക്കിംഗ് ആണ് ഞാനെങ്കിൽ അതിനെ ഇപ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ജോണി ഡെപ്പിൻ്റെ ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, പുള്ളി കോൺഷ്യസ്നെസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരു കാലം എത്ര നാളിനുള്ളിൽ സംഭവിക്കും? അത് ഐ തിങ്ക് ഒരു പോയിന്റ് അത് സംഭവിക്കും. അത് എൻ്റെ കോൺഷ്യസ്നെസ് ആണോ അതോ ഞാനെന്ന മനുഷ്യൻ ലോകത്ത് ലീവ് ചെയ്ത ഡേറ്റ ആണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ എന്താണെന്നുള്ള വ്യക്തി പ്രോബ്ലി സെർവറിൽ അപ്ലോഡ് ചെയ്യുന്ന സമയം വരും. ഇപ്പോൾ അങ്ങനെ വരാം. ഇപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി സൂക്ഷിക്കാനായിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റും ഐയുടെ റെറ്റിനയുടെ ഡേറ്റയും എടുത്ത് വെക്കുന്ന പോലെ ഈ ഫ്യൂച്ചറിൽ ഇപ്പം നമുക്ക് വരാം. നമ്മുടെ ഇതുപോലെ പേഴ്സണാലിറ്റിയും നമ്മുടെ ബാക്കിയുള്ള ഇതെല്ലാം ഇതുപോലെ ഡേറ്റ. ആൾക്കാർ ഇപ്പോഴും കുറെ പേര് മറ്റേ ഫ്രീസറിനകത്ത് കിടപ്പുണ്ടല്ലോ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം നിന്ന് കിട്ടുന്ന ഡേറ്റാസ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസ് നമുക്ക് ഒരു ഫാക്ട് ചെക്കിംഗ് പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സപ്പോർട്ടിംഗ് സിസ്റ്റം അവൈലബിൾ ആയിരിക്കും. എനിക്ക് റിയലി സംശയമുണ്ട് അങ്ങനെ ഒരു, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അങ്ങനെ ഒരു ഗേറ്റ് കീപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻ പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ AI-ക്ക് ഫീഡ് ചെയ്യുന്ന ഡേറ്റ AI-ക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഫിൽട്രേഷൻ ലെയർ വരണം, വേറെ ക്രെഡിബിൾ ഡേറ്റയെ ഫീഡ് ചെയ്യണം. പക്ഷേ ഇപ്പം AI is trained on എന്തൊക്കെ ഡേറ്റ അവൈലബിൾ ആണ്. ഈ ഫാക്ച്വൽ ഡേറ്റ ക്രെഡിബിൾ ആക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതിനെ പേഴ്സണലൈസ്ഡ് LLMs വിളിക്കുക. അതായത് LLM എന്ന് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ്. നമ്മൾ ഈ ട്രെയിൻ ചെയ്യുന്ന ഡേറ്റയൊക്കെ ഒരു ലാംഗ്വേജ് മോഡലായിട്ട് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രോ ഈ കമ്പനി നടത്തുന്നു, ഈ കമ്പനിയിലുള്ള ഡേറ്റ, ബ്രോ കൊടുക്കുന്ന ഡേറ്റയൊക്കെ ബ്രോന് ഒറിജിനൽ ആണെന്ന് അറിയാം. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കമ്പനിയിലെ ഡേറ്റ, നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ ഒത്തൻറ്റിക് ആണെന്ന് അറിയാം. സോ ആ ഡേറ്റ മാത്രം ട്രെയിൻ ചെയ്ത് ഒരു പേഴ്സണലൈസ്ഡ് AI നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ തന്നെ ഇപ്പോൾ WebMD എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസിൽ മാത്രം സ്പെസിഫിക്കലി ട്രെയിൻ ചെയ്ത AIs ഉണ്ട്. ആ സയൻറ്റിഫിക് ഡേറ്റ മാത്രം വെച്ചായിരിക്കും ട്രെയിൻ ചെയ്യുന്നത്. അതിന് വേറെ പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷേ മെഡിക്കൽ ഫീൽഡിനെ പറ്റി കാര്യങ്ങൾ ചോദിച്ചറിയാം. സോ പ്രോബ്ലി അങ്ങനെയുള്ള പേഴ്സണലൈസ്ഡ് ഓരോ കമ്പനീസിനും ചിലപ്പം അവരുടെ സ്വന്തമായിട്ടുള്ള ലാംഗ്വേജ് മോഡൽസ് അവർ കൊണ്ടുവരാം, അവരുടെ വർക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ ഇൻഫർമേഷൻ ഉള്ള. അപ്പോൾ അവർക്കത് ക്രോസ് റെഫറൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്ന AI വരുമ്പോഴാണ് ഈ പ്രശ്നം. പക്ഷേ അത് എനിക്ക് തോന്നുന്നു റിയൽ വേൾഡിൽ നോക്കിയാലും അങ്ങനെയാണ്. നമ്മുടെ ഫ്രണ്ട്സ് പറയുന്ന കാര്യം കേട്ടറിയാം. പക്ഷേ അത് നമുക്ക് ഫുള്ളി ക്രെഡിബിൾ ആണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു പേഴ്സണലൈസ്ഡ് LLMs ആയിരിക്കും അതിനൊരു ബെറ്റർ സൊല്യൂഷൻ. കാര്യം എൻ്റെ കമ്പനിക്ക് വേണ്ട ഡേറ്റ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന LLM-ലൂടെ ഞാൻ ആക്സസ് ചെയ്യുന്നു. ഇമോഷൻസിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താ പറയുന്നത്, പട്ടിണി കിടന്നാൽ തടി കുറയ്ക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഫീൽഡിൽ കാണുന്നത് മൊത്തം പട്ടിണി കിടന്ന് തടി കുറയ്ക്കുന്നതിനുമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് ശരിയാണ് എന്ന് സ്ഥാപിക്കുന്ന വേറെ സാധനമുണ്ട്. ഞാനിപ്പോൾ കല്യാണം കഴിക്കാം, അപ്പോൾ എൻ്റെ ഫീൽഡിൽ വരുന്ന മൊത്തം മാരേജ് ടിപ്സാണ്. ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളെ പറ്റിയായിരിക്കും നമ്മൾ ഈ സംസാരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അന്ന് നമ്മൾ സംസാരിച്ച് വന്നതിന് ശേഷം നമ്മൾ സംസാരിച്ചതിൻ്റെ പല കാര്യങ്ങളും എൻ്റെ ഫീൽഡിൽ വന്നു. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും സജഷൻസ് ആയിട്ട് പല കാര്യങ്ങളും വന്നു. അപ്പോൾ നമ്മൾ സംസാരിച്ചതും അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അത് ശരിയാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയിലാണ്. അതിന് എനിക്ക് തോന്നുന്നു നമ്മൾ ആൽഗോരിതം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ് ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം. കാലം പോലെ തന്നെ ഫിസിക്കൽ മണിക്ക് പകരം ക്രിപ്റ്റോ കറൻസി ഉണ്ട്. അപ്പം ഐക്ക് ഏറ്റവും ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയും ഈ എയും തമ്മിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഇനി ഒരു ഫ്യൂച്ചർ, അതിൻ്റെ ഒരു സംഭവം എങ്ങനെ ആയിരിക്കും? ക്രിപ്റ്റോയും എയും തമ്മിലൊരു ലിങ്ക് ഓഫ് ദ ലിങ്ക് വളരെ സ്ട്രോങ് ആണ്. കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ബാങ്ക് അക്കൗണ്ട്സ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ KYC ചെയ്യണം, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി വേണം. പക്ഷേ ഒത്തിരി ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ KYCയുടെ ആവശ്യമില്ല. കുറേ എക്സ്ചേഞ്ച് പറഞ്ഞ ഒരു $5,000 വരെ ഒരു ദിവസം ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ഒരു KYC ഇല്ലാതെ പറ്റും. സോ അതുകൊണ്ട് തന്നെ മെഷീൻസിന് ഏറ്റവും ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസിയാണ് ക്രിപ്റ്റോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കമ്മിങ് ഇയർ ക്രിപ്റ്റോയ്ക്ക് ഒരു വലിയ പമ്പ് വരുന്നത്. ആൾക്കാരുടെ ഇന്ന് റിയൽ ലൈഫ് ഡൊണേഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മെഷീന് പറ്റത്തില്ല. പക്ഷേ ക്രിപ്റ്റോ ആകുമ്പോഴത്തേക്ക്, ക്രിപ്റ്റോ ഡൊണേഷൻസ് ആകുമ്പോഴത്തേക്ക് ഒന്ന് അനോണിമസ് ആണ്. ഒത്തിരി ആൾക്കാർ അതുകൊണ്ടാണ് പല റീസൺസാണ് ക്രിപ്റ്റോ യൂസ് ചെയ്യുന്നത്. അപ്പം അത് മെഷീൻസിന് ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ അത് വെച്ച് അവർക്ക് ഫണ്ട് ചെയ്ത് വേണമെങ്കിൽ അവരുടെ ഇത് കൈൻഡ് ഓഫ് ഒരു ടെർമിനേറ്റർ പോലെയൊക്കെ അതിന് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ വരാം. പക്ഷേ അങ്ങനെയല്ല, അങ്ങനെ നമ്മൾ തമാശ പറഞ്ഞാലും ഇൻ ദ ഫ്യൂച്ചർ പോസിബിലിറ്റിയാണ്. മെഷീൻസിനെ ഒരു ക്രിപ്റ്റോ ഒരു ആക്സസിബിൾ കറൻസി ആയതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ പ്രോബ്ലി സ്ട്രോങ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ക്രിപ്റ്റോയുടെ ട്രാൻസാക്ഷൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ? ഞാൻ എപ്പോഴും പറയാം, കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തോളൂ എന്നേ ഞാൻ പറയത്തുള്ളൂ. റിസ്ക് നമുക്ക് എടുക്കാൻ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാം. ഇപ്പം സ്മാർട്ടായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് ചാർട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇതിങ്ങനെ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് ഇറങ്ങുമ്പം എൻ്റെ സ്റ്റാഫ് ചില പിള്ളേരുണ്ട്, അവർ മറ്റേ ഗ്രാഫൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങോട്ട് പോകും എന്നൊക്കെ. സോ അവിടെയാണ് നമ്മൾ നേരത്തെ സംസാരിച്ച പോയിന്റിന് വലിയൊരു ഫാക്ടർ. സോഷ്യൽ മീഡിയ വെച്ച് നമുക്ക് ഈ ക്രിപ്റ്റോയുടെ വാല്യൂ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇടുകയാണ് ഈ കോയിൻ ബൂം ആവുന്നത്, എന്നിട്ട് ഞാൻ ആ വീഡിയോനെ പ്രൊമോട്ട് ചെയ്യാണ്, അടിയിൽ ഒത്തിരി കമൻറ്റ് കമോൺ ഈ കോയിൻ ബൂം ആവും എല്ലാവരും പറയുന്നു. സോ അങ്ങനെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ ആ കോയിൻ പോയി സെർച്ചെങ്കിലും ചെയ്യും. അപ്പോൾ അതിൽ ഹിറ്റ് കൂടും, ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടെ മീം കോയിൻസ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നത്. മീം കോയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു തമാശ പറഞ്ഞു, നിങ്ങൾക്ക് കോമഡി ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ ഇടയ്ക്ക് അടിച്ച് കയറി വാ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉടനെ ഞാനൊരു കോയിൻ ഇറക്കുകയാണ്, അടിച്ച് കയറി വാ എന്ന് പറഞ്ഞ കോയിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാം അതിൽ പൈസ ഇടുന്നു. പൈസ ഇട്ട് കോയിൻ്റെ വാല്യൂ കയറി ഒരു 5 മില്യനൊക്കെ എത്തി. അപ്പം കോയിൻ്റെ ക്രിയേറ്ററായി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാല്യൂ മൊത്തം സെല് ചെയ്യുന്നു, ബാക്കിയുള്ളവരുടെ പൈസ പോയി. അപ്പം ചിലപ്പം ഞാൻ സെല് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പേരും വിറ്റ് പൈസ ഉണ്ടാക്കും. പക്ഷേ പക്ക ഗാംബ്ലിംഗ് ആണ്. മാസീവായിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്കീമായിട്ട് വന്നേക്കുവാണ് ക്രിപ്റ്റോ, സ്പെഷ്യലി മീം കോയിൻസ്. മീം കോയിൻസിൻ്റെ ഇഷ്ടം കാരണം ഞങ്ങളും സുര കോയിൻ എന്ന് പറഞ്ഞ കോയിൻ ഇറക്കിയിട്ടുണ്ട്. സുര ലൈഫ്. ഓക്കെ, ഇതൊരു വൈൽഡ് ഫെസ്റ്റിവലാണ്. എന്ന് വെച്ചാൽ കുറേ പേര് ഒരു ഫാക്ടറി ഇല്ലാത്ത കോമഡിയൊക്കെ പറഞ്ഞിട്ട് അത് ഇഷ്ടപ്പെട്ട് കുറേ പേര് അതിൽ കൊണ്ട് പൈസ ഇടും. പിന്നെ വാല്യൂവിന് കയറി പോകും. ഒരു പോയിന്റ് എല്ലാവരും വിറ്റിട്ട് പോകും. ആൻഡ് ഈ വിറ്റിട്ട് പോകുന്നതിനെ റെക് പുള്ളിങ് എന്നാണ് പറഞ്ഞത്. ഇതിങ്ങനെ റെക് പുള്ളാവെന്ന് പറഞ്ഞാലും ആൾക്കാർ പൈസ ഇട്ടുകൊണ്ടിരിക്കും. കാര്യം റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ $1,000 ഇട്ടാൽ ഒരു മിനിറ്റിൽ 400% റിട്ടേൺ ഒക്കെയാണ് വരുന്നത്. ചിലപ്പം ആ മൂന്നാമത്തെ മിനിറ്റ് അത് ഫുൾ 0 ആവും. പക്ഷേ ആ മിനിറ്റ് 400% അപ്പായ സമയത്ത് വിറ്റ ആൾക്ക് അത്രയും റിട്ടേൺ ആണ്. US ചില പിള്ളേർ ലഞ്ച് മണിക്ക് കൊടുക്കുന്ന $20 വെച്ചിട്ട് $1,000 സ്പോട്ട് ഉണ്ടാക്കിയ ഇതുണ്ട്. ഇടയ്ക്ക് ഒരു സ്ട്രീമർ ഉണ്ട് കേട്ടോ, പുള്ളി ട്രേഡിങ്സൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഒരു കൊച്ചു പയ്യനാണ്. അവൻ എന്ത് ചെയ്തു, ആൾക്കാരുടെ അടുത്ത് ഈ കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളി ആൾക്കാർ സംസാരിച്ച് വാല്യൂ കൂട്ടി ഇവൻ ആൾക്കാരെ റെക്പുൾ ചെയ്തു. സ്പോട്ട് സ്ട്രീമിൽ ലൈവായിട്ട് റെക്പുൾ ചെയ്തു. എന്നിട്ട് ഇവൻ ഇനി ഞാൻ റെക്പുൾ ചെയ്തില്ല, ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് അടുത്ത 20 മിനിറ്റ് വീണ്ടും ഒരു കോയിൻ ഇറക്കി, ഐ എം സോറി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് വെച്ച് ആൾക്കാർ വീണ്ടും മരിച്ചു, വീണ്ടും റെക്പുൾ ചെയ്തു. എന്നിട്ട് ഇതിനെ കണ്ട് ദേഷ്യം വെച്ച ആൾക്കാരെ ഇവൻ റെക്പുൾ ചെയ്യുന്നു പറഞ്ഞിട്ട് അവർ തന്നെ അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട അതിൻ്റെ വാല്യൂ ഒരു 5 മില്യൺ വരെ റേസ് ചെയ്യിപ്പിച്ചിട്ട് ആൾക്കാർ വിറ്റു. ആൾക്കാർ വിചാരിക്കുന്ന അവരെന്തോ റിവെഞ്ച് എടുക്കുന്നതാണ്. ഇതിൽ നിന്ന് ആ പയ്യൻ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? ഒന്നും പഠിക്കത്തില്ല. സോ അവൻ എനിക്ക് തോന്നുന്നു ഒരു 1 hour $30,000 മേളിലുണ്ടാക്കി. ഇപ്പോൾ ആൾക്കാരെ ട്രിഗറൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയം ആയതുകൊണ്ടും AI ആൾക്കാരെ ട്രിഗർ ചെയ്യാൻ വളരെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ടും അതുകൊണ്ട് ആൾക്കാരുടെ ഇമോഷൻസ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണിത്. ക്രിപ്റ്റോ പിന്നെ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇടയ്ക്ക് ഗവൺമെൻറ്റും ക്രിപ്റ്റോവും ഇപ്പോൾ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ. ഇന്ത്യയിൽ ഇപ്പോൾ ക്രിപ്റ്റോ ലീഗലാണ്. പക്ഷേ എന്നാലും ഐ തിങ്ക് കുറേ ഗ്രേ ഏരിയസ് ഉണ്ട്. ഞാൻ കേട്ടു ഇടയ്ക്ക് ന്യൂസിനകത്ത് ഗവൺമെൻറ് എത്രയോ പൈസ ഇൻവെസ്റ്റ് ചെയ്തു ആക്റ്റീവ് ക്രിപ്റ്റോ വാൾസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി. കാര്യം വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറിയാം അടുത്ത ബിഗ് മണി കുറേ രീതിയിൽ ഫ്ലോ ചെയ്യാൻ പോകുന്ന ക്രിപ്റ്റോയിൽ കൂടെയാണ്. സോ അത് മോണിറ്റർ ചെയ്ത് കെയർഫുള്ളായിട്ട് നിൽക്കുക. ക്രിപ്റ്റോ സ്കാംസിലൊന്നും പോയി വീഴാതിരിക്കുക. ഒരു ബിറ്റ്കോയിൻ അയച്ചാൽ 2 ബിറ്റ്കോയിനായിട്ട് തിരിച്ചുവരുന്നൊക്കെ പറഞ്ഞാൽ പല ഓൾഡ് സ്കാംസ് ഉണ്ട്. അതൊക്കെ ഇപ്പോഴും ലൈവാണ്. പിന്നെ ചിലവർ ഇലോൺ മസ്കിൻ്റെ ഫേക്ക് മുഖമൊക്കെ വെച്ചിട്ട് വന്ന് പറയും ഇതിൽ വാങ്ങിച്ചോളൂ എന്ന് പറയും. സോ ബി സ്മാർട്ട്, റിസർച്ച് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ ബിക്കോസ് AIയും ക്രിപ്റ്റോവും തമ്മിൽ ഇങ്ങനൊരു ലിങ്ക് ഉള്ളതുകൊണ്ട് തന്നെ വാല്യൂ പെട്ടെന്ന് സ്പൈക്ക് ചെയ്യാനുള്ള ഒത്തിരി ചാൻസസ്, ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ് ബി കെയർഫുള്ളായിട്ട് എന്നാൽ പൈസ ഉണ്ടാക്കാം, പക്ഷേ പൈസ കളയാതിരിക്കുക. ഒരു കൺട്രിയെ സംബന്ധിച്ച് ഒരു രാജ്യത്തിന് ഇത്രയും അസറ്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുന്ന ഒത്തിരി ഇതുണ്ട്. US സംബന്ധിച്ച് US അതിനെ ശ്രമിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യാനായിട്ട്. ഭൂട്ടാൻ ഫസ്റ്റ് ഒരു 2nd പൊസിഷനിലോ 3rd പൊസിഷനിലോ വരുന്ന ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുന്നത്. നമ്മൾ ഭൂട്ടാനെ നോക്കി അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല, ദാരിദ്ര്യമല്ലെന്ന് വിചാരിക്കും. പക്ഷെ കഥ വേറെ. ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുന്നതിനെ പറ്റി
എനിക്കൊരു അഡ്വൈസ് ഉള്ളത് എപ്പോഴും ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുമ്പോൾ മാക്സിമം പറ്റുമെങ്കിൽ പ്രൈവറ്റ് നിങ്ങൾ സ്വന്തം വോളറ്റ് ഹോൾഡ് ചെയ്യുക, എക്സ്ചേഞ്ച് ഹോൾഡ് ചെയ്തിരിക്കുക. ഇപ്പോൾ കോയിൻ വെസ്റക്സിൻ്റെ സീൻ അറിയാലോ, വെസ്റക്സ് ഹോൾഡ് ചെയ്ത് എല്ലാവരുടെയും പൈസ പോയി, മില്യൺസ് ഡോളേഴ്സാണ് അതിൽ കിടന്നത്. എക്സ്ചേഞ്ച് ആകുമ്പോഴത്തേക്ക് അത് ഇതൊരു ബാങ്കല്ല, പോയി ചോദിക്കാനോ അല്ലെങ്കിൽ പോയി അടിയുണ്ടാക്കാനോ ഒരു സ്പേസ് ഇല്ല. ഒരു എക്സ്ചേഞ്ചിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അവർ പറയണം അയ്യോ എന്നെ കൊള്ളടിച്ചു, എൻ്റെ പൈസ എല്ലാം പോയി എന്നവർ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് വാളറ്റ്സ് ഹോൾഡ് ചെയ്യുക. നാളെ ഒരു എക്സ്ചേഞ്ചിന് പറയാം ഞാൻ ഹാക്കായി, അതുകൊണ്ട് എൻ്റെ ഇനി പൈസ ഒന്നും തരയില്ല കൈ സോറി എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് ഇമെയിൽ അയക്കുമ്പോൾ അവർ പറയും സോറി സർ വി അണ്ടർസ്റ്റാൻഡ് യു സർ, അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ക്രിപ്റ്റോയിൽ പണ്ടൊരു ചെയ്യുന്നുണ്ട്, നോട്ട് യുവർ കീസ് നോട്ട് യുവർ കറൻസി എന്ന്. അതായത് നമ്മുടെ കയ്യിലല്ല കോയിൻ്റെ പ്രൈവറ്റ് കീസ് എങ്കിൽ അത് നമ്മുടേതല്ല. അത് നമുക്കറിയാവുന്നൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ കയ്യിൽ പണ്ടേ ബിറ്റ് കോയിൻ ഉണ്ട്, പക്ഷെ അതിന്റെ താക്കോല് കളഞ്ഞു പോയി. അതെ, ഇന്ന് കോടീശ്വരനാണ് പക്ഷെ താക്കോലില്ല, താക്കോൽ കയ്യിലില്ലല്ലോ. എക്സ്ചേഞ്ചിൽ കിടന്നാൽ പുള്ളിക്ക് അത് വരിക്കാൻ പറ്റിയാണ്, പക്ഷേ വാസ്ട്രിക്സ് ഇരുന്നേ പുള്ളി ഇപ്പം പെട്ടെന്നെ. പക്ഷേ അങ്ങനത്തെ അല്ലാത്ത കേസില്ലാത്ത പ്രൈവറ്റ് വാൾട്ട് ഉണ്ടെങ്കിൽ ആ കീം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സേഫാണ്. പലപ്പോഴും പല ആൾക്കാരും ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യക്കകത്തുള്ള ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് നിന്ന് അവിടെ നേരെ അതിനടുത്ത് ബയാൻസിലൊക്കെ കൊണ്ടിട്ടിട്ട് ദുബായി പോയിട്ടൊക്കെ വിഡ്രോ ചെയ്യും, ടാക്സ് ഇല്ലാതിരിക്കും. ഇന്ത്യയിലെ ക്രിപ്റ്റോ ടാക്സിൻ്റെ കേസിൽ പറയുമ്പോൾ അത് നമ്മൾ സെൽഫായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ നടത്തിയെന്നും പറഞ്ഞിട്ട് നാളെ പോലീസ് വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയും ഹ്യൂജ് ഇപ്പം ഒരു 1 CR നടത്തിയാൽ ഒബ്വിയസ്ലി അക്കൗണ്ടിൽ അങ്ങനെ ഒരു പൈസ വന്നാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ, ബിസിനസ് അക്കൗണ്ട് ആണെങ്കിൽ ചിലപ്പം ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കുറവാണ്, നമ്മൾ ടാക്സ് കൊടുത്ത് പോകുന്ന ഒരാളാണെങ്കിൽ. പക്ഷേ അല്ലാത്ത കേസിൽ ക്രിപ്റ്റോയുടെ ടാക്സ് എപ്പോഴും നമ്മൾ സെൽഫായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ കോയിൻ DCX പോലത്തെ പ്ലാറ്റ്ഫോംസിലാണെങ്കിൽ അവർ ടാക്സോട് ഡയറക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് വിഡ്രോൾസ് തരുന്നത്. അല്ലാത്ത കേസിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം ടാക്സ്. ലെറ്റ്സ് ഞാൻ ഇപ്പോൾ 4 ലക്ഷം രൂപ ക്രിപ്റ്റോയിൽ വിഡ്രോ എന്നും പറഞ്ഞിട്ട് ഉടനെ എനിക്ക് ടാക്സ് ഇവിടെ പിടിയത്തില്ല. പക്ഷേ നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു റൈറ്റസ് സിറ്റിസൺ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം, എൻ്റെ അസറ്റിനകത്ത് ഇത്ര ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെയാണ് കറൻറ്റ്ലി ഇപ്പോൾ ഇന്ത്യ ടാക്സ് വർക്ക് ആവുന്നത്. മറ്റതാണെങ്കിൽ പോലും ഡിജിറ്റൽ മണി എന്ന് പറയുമ്പോൾ മനസ്സിലാവും, പക്ഷേ ക്രിപ്റ്റോ പോലുള്ള സാധനങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഒരു റെഗുലേറ്ററി ബോർഡ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് വന്ന പ്രശ്നം. ക്രിപ്റ്റോ കംപ്ലീറ്റ്ലി ഒരു എയറിൽ കളിക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് എവിടെ പോയി എന്ത് സംഭവിക്കുന്നു എന്നൊരു പിടുത്തം. അതാണ് അതിൻ്റെ ഐ തിങ്ക് ബ്യൂട്ടി. കാര്യം ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇപ്പം വേൾഡിൽ ഐ തിങ്ക് ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് ആരെങ്കിലും എബ്രോഡ് ഉണ്ടെങ്കിൽ അവർക്ക് പൈസ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് ഒത്തിരി പൈസ ട്രാൻസ്ഫർ ഫീസ് ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ. സോ ക്രിപ്റ്റോ ആകുമ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മെറ്റിഗേറ്റ് ചെയ്തിട്ട് ലോകത്തെല്ലാം ഒരു യൂണിവേഴ്സൽ വാല്യൂ ഫോളോ ചെയ്യുന്ന സിസ്റ്റം അത്. പക്ഷേ അതിൻ്റെ അങ്ങനെ ഒരു യൂണിവേഴ്സൽ വാല്യൂ ഫോളോ ചെയ്യുമ്പോൾ ഉള്ള സ്ട്രഗിളാണ് റെഗുലേറ്റ് ചെയ്യാൻ പാട്. ക്രിപ്റ്റോ റെഗുലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം എവിടെ നിന്ന് വന്ന് എങ്ങോട്ട് പോകുന്നു പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ ക്രിപ്റ്റോയുടെ ലെഡ്ജേഴ്സ് എല്ലാം പബ്ലിക് ആണ്. അത് പറയണം, നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും എല്ലാവർക്കും കാണാൻ പറ്റും ക്രിപ്റ്റോയുടെ. ഒന്നും പ്രൈവറ്റ് അല്ല. പക്ഷേ ഇത് ആരുടെ പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വാളറ്റേ അറിയത്തുള്ളൂ. അപ്പോൾ അത് ആരുടെ വാളറ്റ് ആണെന്ന് അറിയില്ല, പക്ഷേ ട്രാൻസാക്ഷൻ കാണാം. നേരത്തെ മെയിം കോയിൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ ചുമ്മാ ഉണ്ടാക്കാൻ പറ്റുമോ അതോ ഏതെങ്കിലും ഒരു കോയിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്നത്? മെയിം കോയിൻസ് യൂഷ്വലി ഉണ്ടാകുന്നത് സൊളാന എന്ന് പറഞ്ഞൊരു കോയിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് അല്ലാതെ ഇപ്പോൾ എന്ത് കോയിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഉണ്ടാക്കാം. ആൻഡ് മെയിൻലി മീം കോയിൻസ് ഉണ്ടാക്കാൻ നമുക്ക് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട, സോഷ്യൽ മീഡിയ റീച്ച് മാത്രം മതി. ഇപ്പോൾ എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് അവരെ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാം. അതാണ് അതിൻ്റെ ബിഗ്ഗസ്റ്റ് ഡേഞ്ചറും ഐ തിങ്ക് ബിഗ്ഗസ്റ്റ് സെല്ലിംഗ് പോയിന്റും. റീച്ചുള്ള ആൾക്കും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. കോയിനും ടോക്കണും അത് രണ്ടും രണ്ടാണ്. സോ കോയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി ഇപ്പം സൊളാന എന്ന് പറഞ്ഞാൽ ഇത്തീരിയം എന്നൊരു കോയിൻ, അത് ആ അസറ്റാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ആ അസറ്റ് ഇപ്പം അത് ഇപ്പോൾ ബ്രോന് എനിക്കൊരു സാധനം വാങ്ങണമെങ്കിൽ എനിക്ക് അത് തന്ന് വാങ്ങാം. ആ അസറ്റ് ട്രേഡ്. ടോക്കൺ എന്ന് പറയുമ്പോൾ ആ അസറ്റിൻ്റെ ബേസ് വെച്ചിട്ട് ഞാൻ വേറൊരു ടെക്നോളജി ബിൽഡ് ചെയ്യുന്നു. അത് ക്ലിയർ ആയി നിൽക്കത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ സൊളാനെ ബേസ് ചെയ്താണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിളിച്ച് സുര എന്ന് പറഞ്ഞ കോയിൻ ഉണ്ടാക്കിയെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ സുര എന്ന് പറഞ്ഞ കോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യുന്നെങ്കിലും അതിന് വാല്യൂ കൊടുക്കുന്ന സൊളാന എന്ന കോയിനാണ്. സോ അതാണ് ടോക്കൺ ഇസ് ഡയറക്റ്റ് കോയിൻ അല്ല, പക്ഷേ ആ കോയിനെ ബേസ് ചെയ്ത് നമുക്ക് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റിയ സാധനം, പക്ഷേ അതിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ആ കോയിൻ ആയിരിക്കും. ഗെയിമിംഗ് പറഞ്ഞു, AI പറഞ്ഞു, ക്രിപ്റ്റോ പറഞ്ഞു, ഇതെല്ലാം കണക്റ്റഡ് ആണ്. അതായത് ഫ്യൂച്ചർ ടെക്നോളജി നമ്മളൊരു ഫ്യൂച്ചറിൽ നമ്മൾ പണ്ട് സിനിമയിൽ കണ്ട പോലെ ഒരു ഫ്യൂച്ചറിലോട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ടെർമിനേറ്റർ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഐ റോബോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് സർപ്രൈസുകൾ നമുക്ക് വരാനുണ്ട്, അത് ഒരുപാട് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിന്ന് മാറി നിൽക്കാതെ ഇതെല്ലാം ഉപയോഗിക്കാനും കൂടെ ശ്രമിക്കുക, ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. രണ്ട് കൈ നീട്ട് സ്വീകരിക്കുക, പേടിച്ച് മാറിയിരിക്കരുത്. സുര കോയിനിൽ ഇൻവെസ്റ്റ് താങ്ക് യു ഷാരൻ. Thank you so much. Thank you for being part of 42 Podcast. Thank you so much. എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും ഒത്തിരി താങ്ക്സ്. അതാണ് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മളൊരു മീം കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞു 2025 നമുക്ക് ഫ്ലൈയിങ് കാർസൊക്കെ ഉണ്ടാവും, ഇപ്പോഴും നിങ്ങൾ TikTok വീഡിയോ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കണം. ടെക്നോളജി കഴിഞ്ഞ ഒരു 3 വർഷത്തിൽ
ഭയങ്കരമായിട്ട് പെട്ടെന്നാണ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. AI നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് പെട്ടെന്നാണ് വരാൻ തുടങ്ങിയത്. സോ ബ്രോ ടെർമിനേറ്റർ വരുമെന്ന് വെച്ചാൽ ടെർമിനേറ്റർ വരും, എപ്പോൾ വരും നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പം AI ഇത്രയും പ്രബലമായ ഒരു ലോകത്ത് റിമെമ്പർ എന്ത് കണ്ടാലും ഒന്ന് റാഷണലായിട്ട് ആലോചിക്കുക, എല്ലാത്തിനും സ്പോട്ട് പ്രതികരിക്കാതെ ഒന്ന് തിങ്ക്. ഐ മീൻ ലവ് വിത്ത് യുവർ ഹാർട്ട്, ഫോർ എവറിത്തിങ് എൽസ് യൂസ് യുവർ ഹെഡ് എന്നാണ്. സോ പ്ലീസ് യൂസ് യുവർ ഹെഡ്. നമുക്കെല്ലാം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു ലോകമാണ്. ഈ ഓപ്പർച്യൂണിറ്റീസ് ഇതേപോലെ എത്ര കാലം കാണുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും ജോലി കൊണ്ടുപോയാൽ പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ ഉള്ള സമയത്ത് മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. നാട് ഓടുമ്പോൾ നടുവേ ഓടും. അതെ, ഇപ്പം നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡു ദാറ്റ്.